Good afternoon to all. Myself Shree, Program Manager, ASDC, SAP. Welcome to the online session conducted by SAP for engineering students. The topic for today's session is Design of Belt Drive of Design of Mission Elements 2. The session is conducted for 8th semester students of Mechanical Engineering. The session will be handled by Mrs. Suman MS, Assistant Professor, Department of Mechanical Engineering, Sree, Vellapally Nateshan College of Engineering, Alappuzha. He has completed MTech from College of Engineering, Trivandrum in Manufacturing and Automation. He has both academic and industrial experience. On behalf of SAP, I welcome you to the session. About the session, the total duration of the session is 1 hour. The session comprises of 2 halves each, 20 minutes. Lecturing, 20 minutes lecturing and 10 minutes Q&A. The students can ask their questions by pressing the raise hand option, or they can raise their questions in the chat box or Q&A. Sir, please proceed with the session. Okay. Hi all, welcome. So my name is Suman MS. I welcome you all to the session. So today we are going to discuss about design of belt drive, or how to design a belt drive. And the subject is design of machine elements. Okay. So you all are final year engineering students. So you know about the subject as you had studied the design of machine elements 1 in the previous semester. You will be familiar about the subject. But before starting the session, I will give a briefing about the subject. Okay. So most of the students will be knowing about this, but everyone should be aware about that. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് പോലെയല്ല ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് 1 and 2. Because the design problems are having very high marks compared to other problems that you had practiced in the previous semesters. So ഈ സെമസ്റ്ററിലും മുമ്പത്തെ സെമസ്റ്ററിലും പഠിച്ച DME 1-നെക്കാട്ടിലും മാർക്ക് കൂടിയ പ്രോബ്ലംസ് ആണ് DME 2-ൽ വരുന്നത്. ഓക്കെ, സോ ഫോർ ഡിസൈൻ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നല്ല പോലെ പ്രോബ്ലം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് വന്നാൽ, അല്ലെങ്കിൽ ഒരു ഡേറ്റ അഡീഷണൽ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. ഓക്കെ, സോ മാക്സിമം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. 70% മാർക്സും പ്രോബ്ലത്തിലൂടെ വരുന്ന ഒരു സബ്ജക്റ്റ് ആണിത്. കഴിഞ്ഞ രണ്ട് എക്സാംസ് ഇതുവരെ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഫോർ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് 2-ന്. സോ ആ 2 എക്സാമിലും ഏറ്റവും മാർക്ക് കുറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ 13 to 12 മാർക്സ് ഒക്കെയാണ്. അപ് ടു 16 മാർക്സിന് വരെയാണ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് മാക്സിമം 25 to 30 മിനിറ്റ്സ് ഉണ്ട്. സോ അത്രയും ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഫ്രം തേർഡ് മൊഡ്യൂൾ ഇറ്റ്സെൽഫ്. ഇപ്പോൾ 1 and 2 മൊഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ലൈറ്റ് ആണ്, പക്ഷെ അതും സെക്കൻഡ് മൊഡ്യൂളിലെ ജേർണൽ ബിയറിംഗ് ഒക്കെ കുറച്ച് ലെങ്തി ആണ് ഡിസൈൻ പ്രോബ്ലം ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ 3, 4, 5, 6 മൊഡ്യൂൾസ് ആർ ഹാവിംഗ് വെരി ലെങ്തി പ്രോബ്ലംസ്. നല്ലപോലെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. ഓൺ ടൈം കംപ്ലീഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് നല്ലപോലെ അത് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് അതിൽ കാര്യമില്ല. വിത്തിൻ ദ ലിമിറ്റ്, വിത്തിൻ ടൈം ലിമിറ്റ് യു ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ്. ദാറ്റ് ഇസ് ദ ചാലഞ്ച്. സോ അപ്പൊ ഇത്രയും ലെങ്തി പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യും. ഒരു ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് വന്ന് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തപ്പോൾ അത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനെ എഫക്ട് ചെയ്യും. സോ മാക്സിമം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യണം. 2, തിയറി നല്ലപോലെ പഠിക്കണം. പക്ഷേ തിയറി പഠിക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് ടൈം സ്പെൻഡ് ചെയ്യരുത്. കാര്യം തിയറി മാത്രം പഠിച്ച് ഒരിക്കലും പാസ്സാൻ പറ്റില്ല. കാരണം മാക്സിമം 30 മാർക്സിന്റെ തിയറി വരെയുള്ളൂ. 30 to 35 മാർക്സോ മറ്റൊന്ന് തിയറി വരത്തുള്ളൂ. മാത്രമല്ല പല തിയറി പോർഷൻസ് നിങ്ങൾ ആൾറെഡി പഠിച്ചതാണ്. ഫോർ എക്സാമ്പിൾ തേർഡ് മൊഡ്യൂൾ, ഫോർത്ത് മൊഡ്യൂളിലുള്ള ഗിയേഴ്സിന്റെ ഫണ്ടമെന്റൽസ് നിങ്ങൾ ആൾറെഡി പഠിച്ചതാണ്. ലോ ഓഫ് ഗിയറിംഗ് ഒക്കെ നിങ്ങൾ ആൾറെഡി പഠിച്ചതാണ്. ബീം സ്ട്രെങ്ത് ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. വെലോസിറ്റി റേഷ്യോ ഇക്വേഷൻ ആൻഡ് ഡെറിവേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോ ആ ഫണ്ടമെന്റൽസ് ബ്രിങ് ബാക്ക് ഫ്രം ദ പ്രീവിയസ് സെമസ്റ്റേഴ്സ്. ഈ മൊഡ്യൂൾ എടുത്ത മൊഡ്യൂൾ 5 ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ പോലും നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ അപ്പം ഫണ്ടമെന്റൽ ഇക്വേഷൻസ്, വെലോസിറ്റി റേഷ്യോ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ബ്രിങ് ദം ബാക്ക്. എന്നിട്ട് പരന്ന അറിവാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരേ കാര്യം തന്നെ ഡീപ്പായിട്ട് പഠിക്കാതെ you already had studied that in depth. So ഇവിടെ നമുക്ക് വേണ്ടത് പരന്ന അറിവാണ്. അറ്റ്ലീസ്റ്റ് നോ ഫോർ എവറി ടോപ്പിക് വാട്ട്, വൈ ആൻഡ് ഹൗ. ഏത് ടോപ്പിക് എടുത്താലും, ബിവൽ ഗിയർ എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദാറ്റ് ബിവൽ ഗിയർ, why bevel gear, if we have spur gear and helical gear, then what is the requirement of a bevel gear, what is the speciality of a bevel gear, and how a bevel gear. So ഏത് ടോപ്പിക് ആണെങ്കിലും അറ്റ്ലീസ്റ്റ് വാട്ട്, വൈ ആൻഡ് ഹൗ ആൻഡ് വെയർ ഇറ്റ് ഈസ് യൂസ്ഡ്, ഇത്രയും കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കുക. അത് നല്ലപോലെ പഠിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്നുള്ള ഒരുവിധം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കഴിഞ്ഞ 2 കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറും ഷുവർ ആയിട്ടും കംപ്ലീറ്റ് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പാറ്റേൺ മനസ്സിലാവും.
ഇപ്പൊ ഏത് ടോപ്പിക് എടുത്താലും നമുക്ക് വൈഡ് ആയിട്ട് പോകാനാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ടോപ്പിക് ഉണ്ട്, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസും കിട്ടും. പക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്ന പാറ്റേണിൽ നമുക്കൊരു വേ ഓഫ് ആൻസറിങ്, ഒരു ക്വസ്റ്റ്യൻ വരുന്നതിനൊരു വേ ഉണ്ട്. സോ അത് മനസ്സിലാക്കുക, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പാറ്റേണിൽ വരുന്നത്. ഡെപ്തായിട്ട് ഡീപ്പായിട്ട് പഠിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസൈൻ പ്രോബ്ലംസ് പഠിക്കാൻ പറ്റും. അതിന്റെ ആവശ്യമില്ല, ആവശ്യമുള്ള കാര്യം പഠിക്കുക. ഓക്കെ, ഇപ്പൊ ഈ നിങ്ങളിപ്പോ സ്ലൈഡിൽ കാണുന്നതാണ് നമ്മുടെ സിലബസ്. ഡിസൈൻ ഓഫ് ഫ്ലാറ്റ് ബെൽറ്റ്, മെറ്റീരിയൽസ് ഓഫ് ബെൽറ്റ്സ്, സ്ലിപ്പ് ഓഫ് ബെൽറ്റ്സ്, ക്രീപ്പ് ആൻഡ് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ. ഫ്ലാറ്റ് ബെൽറ്റിൽ നിങ്ങൾക്ക് ഇത്ര പഠിക്കാനുള്ളൂ. ഇനി ഒരു ടോപ്പിക് ഉണ്ട് വി ബെൽറ്റ്. ഈ മൊഡ്യൂളിൽ തന്നെ ഇനി ഒരു ടോപ്പിക് ഉണ്ട് ചെയിൻ ഡ്രൈവ്സ്. ഓക്കെ, സോ ഫ്ലാറ്റ് ബെൽറ്റിന്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക, സ്ലിപ്പ് ഓഫ് ബെൽറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ഒരു 2 to 3 ലൈൻസ് അറ്റ്ലീസ്റ്റ് എഴുതാൻ, അത് കറക്റ്റ് പോയിന്റ് എഴുതാൻ അറിഞ്ഞിരിക്കണം. ക്രേപ്പ് ആണെങ്കിലും സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ആണെങ്കിലും. ഓക്കെ, ഇതിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിഗേഴ്സ് ഡേറ്റാ ബുക്കിലുണ്ട്. അപ്പൊ ആ ഫിഗേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ ഫിഗർ വരയ്ക്കണം. അപ്പൊ ഡേറ്റാ ബുക്കിൽ നോക്കി ഈസി ആയിട്ട് നമുക്ക് തിയറിക്കുള്ള മാർക്സും കൂടെ എടുക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം നമുക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തതിനു ശേഷം തിയറി മാർക്സ് ഉണ്ടാക്കുന്ന എങ്ങനെ നേടാം എന്നുള്ളതിനെ കുറിച്ച് ഷോർട്ടായിട്ട് നോട്ട്സ് ചെയ്തെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് എടുക്കാം നമ്മൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബെൽറ്റ് ഡ്രൈവ്സ് ആണ്. ഓക്കെ, അപ്പൊ ബെൽറ്റ് ഡ്രൈവിന് കഴിഞ്ഞ 2 വർഷവും ബെൽറ്റ് ഡ്രൈവ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, ചെയിൻ ഡ്രൈവിന് ഇതുവരെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ചോദിക്കാം, ഇനിയും ചോദിക്കാം. കഴിഞ്ഞ തവണ റെഗുലർ എക്സാമിന് ചോദിച്ചത് ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് ആണ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്. സപ്ലിമെന്ററി എക്സാമിന് ചോദിച്ചത് വി ബെൽറ്റ് ഡ്രൈവ് ആണ്. ട്രപ്പിസോഡൽ ക്രോസ് സെക്ഷൻ ഉള്ള വി ബെൽറ്റ് ഡ്രൈവിന്റെ പ്രോബ്ലം ആണ് സപ്ലിമെന്ററി എക്സാമിന് ചോദിച്ചത്. ഓക്കെ, ഇപ്പൊ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവും വി ബെൽറ്റ് ഡ്രൈവുള്ള ബേസിക് ഡിഫറൻസസ് ഒക്കെ നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് ആ ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡ് എങ്ങനെയാണ് വരുന്നതെന്ന് പഠിക്കുക. രണ്ടാമതൊരു കാര്യം, കേരള ടെക്നോളജിക്കലാണ് യൂണിവേഴ്സിറ്റി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടോപ്പിക്കാണ് ഈ ബെൽറ്റ് ഡ്രൈവ്സും ചെയിൻ ഡ്രൈവ്സും എന്ന് പറയുന്നത്. അതിനു മുമ്പ് പവർ ട്രാൻസ്മിഷൻ ഡിവൈസസിൽ ആകെ പഠിക്കുന്ന ഗിയേഴ്സ് മാത്രമാണ്. ഇത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്നതിനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് പഠിക്കുക, അതിൽ നിന്നുള്ള പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാനേ ഉള്ളൂ. നമ്മൾ എക്സ്പെക്ടേഷൻ അനുസരിച്ച് തന്നെയാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, സോ യു ഗോ ത്രൂ ദ സ്ലൈഡ് ആൻഡ് belt drives. Okay, belt drive is a flexible power transmission device. Okay, power transmission devices are many. Okay, you had already studied type of gears and spur gear, bevel gear, helical gear. All you had studied. They are rigid power transmission members. Belt drives are flexible power transmission members, and upcoming chain drives are also flexible power transmission members. So belt is a flexible member connecting the 2 pulleys of the shaft to transmit power. This is a simple definition. Okay, how it works? A rotary motion of the driving shaft is first converted to translatory motion of the belt and then converted back to rotary motion of the driven shaft. This is how it works. Okay, so rotary motion of the driving shaft, so where the motor is connected, that is a driving shaft, is first converted to translatory motion of the belt and then converted back to rotary motion of the driven shaft. All rigid flexible members എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? Then how a rigid member works? The rotary motion of the driving shaft is directly converted to rotary motion to the driven shaft. For example, ഗിയറിൽ നമ്മുടെ പിനിയൻ അതിന്റെ റോട്ടറി മോഷൻ ഡയറക്ട്ലി റോട്ടറി മോഷൻ ആയിട്ട് തന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ടു ദ ഗിയർ അല്ലെങ്കിൽ ഡ്രിവൺ ഷാഫ്റ്റ്. പക്ഷേ ഇൻ ഫ്ലെക്സിബിൾ മെമ്പർ ആണെങ്കിൽ റോട്ടറി മോഷൻ ഫസ്റ്റ് നമ്മൾ ട്രാൻസ്ലേറ്ററി മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും ആൻഡ് ദെൻ ബാക്ക് ടു റോട്ടറി മോഷൻ. ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ലെക്സിബിൾ പവർ ട്രാൻസ്മിഷൻ ആൻഡ് റിജിഡ് പവർ ട്രാൻസ്മിഷൻ. ഓക്കെ, സോ അടുത്ത നെക്സ്റ്റ് പോയിന്റ്, ദ സെന്റർ ഡിസ്റ്റൻസ് ക്യാൻ ബി ചേഞ്ച്. ഓക്കെ, ഫോർ എ ഗിയർ center distance can't be changed. So once the design is fixed, the center distance is also fixed. Okay, if you want to change the center distance, then we have to manufacture a new gear. But here, for a belt drive, we can adjust the length of the belt. For the chain also, we can adjust the length of the chain. And by the way, we can adjust the center distance and we can apply for different applications. So same pulley, same shaft, നമുക്ക് different applications use ചെയ്യാം by adjusting the length of the belt, where it is not applicable for rigid drives. Employed for transmitting power in larger distances. Same. ഇപ്പോൾ ഏത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും മാക്സിമം അത് നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ചില കാര്യം കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്ത് അത് ഫെമിലിയർ ആവുക. വാട്ട് ഈസ് ദാറ്റ്, അതിന്റെ റിയൽ ലൈഫിൽ അത് എന്തായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നോക്കി. ഇപ്പൊ ബെൽ ഡ്രൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ എവിടെ കണ്ടിട്ടുണ്ട്? ഫ്ലോർ മില്ലുകളിലെല്ലാം ബെൽ ഡ്രൈവ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ അരി ഗോതമ്പൊക്കെ പൊടിക്കാൻ പോകുന്ന ഫ്ലോർ മില്ലുകളിലെല്ലാം ബെൽ ഡ്രൈവ് ആണ് യൂസ് ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കാർ ഉണ്ടെങ്കിൽ കാർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാറിന്റെ ബോണറ്റ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിന്റെ തൊട്ടടുത്ത് ഒരു ഓൾട്ടർനേറ്റർ ഉണ്ട്. വാട്ട് ഈസ് ഓൾട്ടർനേറ്റർ? ഓൾട്ടർനേറ്റർ ആണ് ഒരു ഓട്ടോമൊബൈലിന് ആവശ്യമായ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഓൾട്ടർനേറ്റർ ആണ്. അപ്പൊ നമ്മുടെ എഞ്ചിൻ ഷാഫ്റ്റിനെ ഓൾട്ടർനേറ്ററുമായിട്ട് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്
ബെൽറ്റ് ഡ്രൈവ് ആണ്. ടൈമിംഗ് എന്നൊക്കെ വിളിക്കും, ടൈമിംഗ് ബെൽറ്റ് എന്നൊക്കെ വിളിക്കും. ടൈമിംഗ് ബെൽറ്റ് കംപ്ലൈന്റ് ആവുകയാണ് ചില നോയ്സ് ഒക്കെ കേൾക്കുന്നത്. സോ അപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ടില്ല എന്നുള്ളവർ അതൊന്നും തുറന്നു നോക്കുക. ഓക്കെ, കാറിന്റെ ബോണറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോർ മില്ലുകൾ, ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ് മോസ്റ്റ് ഓഫ് യുവർ ബോയ്സ് ആൻഡ് അറ്റ്ലീസ്റ്റ് യു ഹാവ് സീൻ വൺസ് ഇൻ യുവർ ലൈഫ് എ ഫ്ലോർ മിൽ. ഓക്കെ, അപ്പൊ അവിടെ കണ്ടിട്ടില്ലേ ബെൽറ്റ് ആണ് എല്ലാ മെഷീനിലും കണക്ട് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ റിയൽ ലൈഫിൽ അത് എങ്ങനെയാണ് കാണുന്നത് നോക്കുക. രണ്ട് വലിയ പുള്ളി ഉണ്ടാവും, പുള്ളിക്കിടയിൽ ഒരു ബെൽറ്റ് എടുത്ത് കണക്ട് ചെയ്യും, ഓൺ ചെയ്യും. അപ്പൊ ഈ പുള്ളിയുടെ പവർ നെക്സ്റ്റ് പുള്ളിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അത്രേ ഉള്ളൂ. എംപ്ലോയിഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് പവർ ലാർജ് ഡിസ്റ്റൻസ്. ഇത് കണ്ടിട്ടില്ലേ, ഒരു വലിയ റൂമിൽ ഒരുപാട് മെഷീൻസ് ഉണ്ടാവും, പല പല മെഷീനെ കണക്ട് ചെയ്യാൻ നമുക്ക് ഒരു സിംഗിൾ മോട്ടർ മതി നമുക്ക് എല്ലാത്തിനും പവർ കൊടുക്കാനായിട്ട്. അത് യൂസ് ചെയ്യുന്നത് ബെൽറ്റ് വഴിയാണ്. അപ്പൊ നമുക്ക് ലോങ്ങർ ഡിസ്റ്റൻസിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അബ്സോർബ് ഷോക്സ് ആൻഡ് വൈബ്രേഷൻ. ദിസ് കാൺ ബി യൂസ്ഡ് ഇൻ റിജിഡ് ട്രാൻസ്മിഷൻ ഡിവൈസസ്. അതായത് ഗിയറിനൊന്നും ഷോക്കും വൈബ്രേഷൻ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദ ബോഡി ഈസ് റിജിഡ്. Here the body is flexible. It can be elastic. Okay, so it can absorb shocks and vibrations. ഇത് ഒരു flexible membrane ഡിവൈസിന്റെ ഫീച്ചറാണ്. നെക്സ്റ്റ് സ്ലൈഡ്. The advantages of belt drive. Belt drive can transmit power over considerable distance. As we already said, it is a flexible member. It can absorb shocks and vibrations. Belt drive produce less noise. വളരെ നോയ്സ് കുറവാണ്. പക്ഷേ ഗിയറിന് നോയ്സ് വളരെ കൂടുതലാണ്. കാരണം ഫ്രിക്ഷൻ, ഹൈ വെലോസിറ്റിയും ഫ്രിക്ഷൻ വളരെ കൂടുതലാണ്. ലോ ഇനിഷ്യൽ കോസ്റ്റ് കമ്പയറിംഗ് ടു അതർ ഡിവൈസസ്. സിമ്പിൾ ആൻഡ് ഈസി ഡിസൈൻ. ഒരു കോംപ്ലക്സിറ്റി ഒന്നുമില്ല, ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ്. ഈവൻ സ്ലിപ്പ് ഒക്കേഴ്സ് അതർ പാർട്സ് സച്ച് പുള്ളി ആൻഡ് മോട്ടർ റിമെയിൻസ് സേഫ്. അതായത് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വഴി അത് സ്ലിപ്പായി, അതായത് നമ്മുടെ റിലേറ്റീവ് പൊസിഷനിൽ നിന്നും ബെൽറ്റ് സ്ലിപ്പ് അവേ ആയി പോയാൽ പോലും അത് ബാക്കി ഡിവൈസിനൊന്നും അഫക്ട് ചെയ്യത്തില്ല. ബെൽറ്റ് തെറിച്ച് പോകത്തേ ഉള്ളൂ, ബാക്കി ഡിവൈസസ് എല്ലാം സേഫ് ആയിരിക്കും. പക്ഷേ ഗിയറിൽ അത് സ്ലിപ്പ് ആയി കഴിഞ്ഞാൽ അത്, കാരണം ഡയറക്റ്റ് കോൺടാക്റ്റിലാണ് ഇരിക്കുന്നത്, ഒന്ന് സ്ലിപ്പായാൽ അത് ഗിയറിന് ഇറ്റ് സെൽഫ് ക്യാൻ ഡാമേജ്, അത് മുഴുവൻ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. Disadvantages of belt drive. Overloading will leads to slip. Okay, we can't overload. The loading is limited. Okay, impose heavy loads on shaft and bearing. ഷാഫ്റ്റിലും ബിയറിംഗ്സിനും, അതായത് നമ്മുടെ എല്ലാ റൊട്ടേറ്റിംഗ് ബോഡിയിലും ബിയറിംഗ്സ് ഉണ്ടായിരിക്കും. ആ ബിയറിംഗിൽ ഇമ്പോസ് ചെയ്യുന്ന ലോഡ് വെരി ഹൈ ആയിരിക്കും. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യേണ്ട റിക്വയർമെന്റ് വരും. നെക്സ്റ്റ്, നീഡ് ലാർജ് സ്പേസ് ടു ഓപ്പറേറ്റ് ഡ്യൂ ടു ഹയർ ഡയമെൻഷൻസ്. ഏത് പുള്ളി എടുത്തു കഴിഞ്ഞാലും നോർമലി ഹയർ ഡയമെൻഷൻസ് ആയിരിക്കും. ഡയമെൻഷൻസ് കുറയുവാണെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ഡ്രൈവ് അല്ലെ വി ബെൽറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിൽ വേറെ ലിമിറ്റേഷൻസ് വേറെ ഉണ്ട്. അത് ഇൻകൺസിസ്റ്റന്റ് വെലോസിറ്റി റേഷ്യോ. ഇപ്പൊ നമ്മുടെ ബെൽറ്റ് ഡ്രൈവ് തന്നെ എടുത്താലും ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവിനും വി ബെൽറ്റ് ഡ്രൈവിനും വെലോസിറ്റി റേഷ്യോയിൽ പല റേഞ്ചാണ്. അതുപോലെ തന്നെ നമുക്ക് ഗിയറിൽ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന അത്രയും വെലോസിറ്റി റേഷ്യോ ഒരിക്കലും നമുക്ക് ബെൽറ്റ് ഡ്രൈവിൽ അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. പ്ലസ് ലൈഫ് ഓഫ് സർവീസ്. ലൈഫ് ഓഫ് സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. നിങ്ങൾ മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ കാറോ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെയൊക്കെ മോട്ടോർ സൈക്കിളിൽ ഗിയർ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെ കാറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാറിലെല്ലാം ഗിയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, എഞ്ചിനിൽ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നത് ഗിയേഴ്സ് ആണ്. അതുപോലെ തന്നെ ആൾട്ടർനേറ്ററിനകത്ത് ബെൽറ്റ് ഡ്രൈവും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ കാറിലെ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ട്, ഗിയർ ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മുടെ കാറിന്റെ ഗിയേഴ്സ് മാറാറില്ല, അതായത് സർവീസിന്റെ ഭാഗമായിട്ട് അത് ചേഞ്ച് ചെയ്യാറില്ല. പക്ഷെ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ഈ ബെൽറ്റ് ഡ്രൈവ്സ് ചേഞ്ച് ചെയ്യണം. കാര്യം ഇറ്റ് വിൽ ഗെറ്റ് ലൂസൺ ആൻഡ് ഇറ്റ് വിൽ മേക്സ് നോയ്സ്, ഇറ്റ് വിൽ സ്ലിപ്പ് അവേ. പക്ഷെ ഗിയേഴ്സ് അത് സംഭവിക്കാറില്ല. കാര്യം ഗിയേഴ്സ് ക്യാൻ ഹാവ് വർക്ക് ഇൻ മോർ ഹയർ ലോഡ്സ് ആൻഡ് ഇറ്റ്സ് ഹാവിംഗ് വെരി ഹയർ ലൈഫ്. ആൻഡ് ഗിയേഴ്സിന്റെ സർവീസ് ലൈഫ് വളരെ കൂടുതലാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ക്യാൻ യൂസ് ഫോർ ജനറേഷൻസ്. പക്ഷെ ബെൽറ്റ് ഡ്രൈവിൽ അങ്ങനെയല്ല. ഇവൻ ദ ക്ലൈമറ്റ് വിൽ അഫക്ട് ഫോർ ബെൽറ്റ് ഡ്രൈവ്, ദ ക്ലൈമറ്റ് വിൽ അഫക്ട്. പക്ഷെ ഗിയറിന് അങ്ങനത്തെ അഫക്ഷൻ ഒന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ ബെൽറ്റ് ഡ്രൈവുകൾ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് അതിന്റെ ലൈഫ് കുറവാണ്, ബെൽറ്റ് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പവർ ലോസ് ഇസ് ഹൈ കമ്പയർഡ് ടു അതർ ഡിവൈസസ് ബിക്കോസ് ഇറ്റ്സ് എ ഫ്ലെക്സിബിൾ മെംബ്രെയിൻ. സോ കുറെ എനർജി അത് അബ്സോർബ് ചെയ്യും, എന്നിട്ട് അത് ഇലാസ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യും. സോ അതുകൊണ്ട് കുറെ എനർജി ലോസ് ഉണ്ടാവും. ഗിയർ ഇറ്റ്സ് നോട്ട് എൻ ഇലാസ്റ്റിക് മെമ്പർ, സോ പവർ ലോസ് ഇസ് വെരി ലോ ഇൻ റിജിഡ് ബോഡി. ദിസ് ഇസ് എ ഫ്ലെക്സിബിൾ ബോഡി, therefore പവർ ലോസ് ഇസ് വെരി ഹൈ. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, എവിടെയൊക്കെ യൂസ് ചെയ്യും നിങ്ങൾ സ്വയം ആലോചിച്ചാൽ മതി. ഇതൊക്കെ എഴുതുമ്പോൾ വലിയ കോംപ്ലക്സിറ്റി ഒന്നുമില്ല. ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യും. എവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ളതിൽ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യും. ഇലക്ട്രിക് മോട്ടോഴ്സിന് ലോകത്തുള്ള എല്ലാ റൊട്ടേറ്റിംഗ് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ തനിയെ വർക്ക് ചെയ്യുന്ന ലോകത്തുള്ള എല്ലാ ഡിവൈസിന് പിന്നിലും വർക്ക് ചെയ്യുന്നത് മോട്ടറാണ്. റോബോട്ടിന്റെ കാര്യം എടുത്തപ്പോൾ എല്ലാ തനിയെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ പ്രൈം മൂവേഴ്സ് എന്ന് പറയും, എവിടെയാണ് നമുക്ക് മൂവ്മെന്റോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ വേണ്ടത് അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് മോട്ടോർ തന്നെയാണ്, ഇലക്ട്രിക് മോട്ടോർസ് തന്നെയാണ്. സോ അതിന്റെ ആ ഇലക്ട്രിക് മോട്ടറിന്റെ പവർ വേറെ സ്ഥലത്തെത്തിക്കാൻ നമ്മൾ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യും. ആൾട്ടർനേറ്റീവ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോമൊബൈൽസ് എന്നുള്ള എവിടെയാണെങ്കിലും റോട്ടറി പവർ എന്ന എനർജി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ് ആൾട്ടർനേറ്റർ, അവിടെ യൂസ് ചെയ്യും. കൺവേഴ്സ് പറഞ്ഞിട്ടുണ്ടാവില്ല, ഫാക്ടറീസിലൊക്കെ പ്രൊഡക്ഷൻ ലൈനിലെല്ലാം കൺവേഴ്സ് യൂസ് ചെയ്യും. മെഷീൻ ടൂൾസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ അല്ലെങ്കിൽ ഇനി ലാബിൽ പോവുകയാണെങ്കിൽ, IC ലാബിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ കംപ്രസർ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മോട്ടർ തന്നെയാണ്. കംപ്രസർ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടറിലെല്ലാം കംപ്രസറിന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ നിന്ന് ഒരു ബെൽറ്റ് ഡ്രൈവ് വഴിയായിരിക്കും
നമ്മുടെ കംപ്രസറിലോട്ട് പോകും. കംപ്രസറിന്റെ മോട്ടറിന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ നിന്ന് ഒരു ബെൽറ്റ് ഡ്രൈവ് വഴിയായിരിക്കും നമ്മുടെ. അതുപോലെ തന്നെ ഏത് മെഷീൻ സ്റ്റാർട്ട് ചെയ്യാനും യൂസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ലേത്തിന്റെ സൈഡ് ബോക്സ് ഉണ്ടല്ലോ, നമ്മുടെ ചക്കിന്റെ ബാക്ക് ഭാഗം തുറന്നു നോക്കി കാണാൻ പറ്റും ബെൽറ്റ് ഡ്രൈവ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ മെഷീൻ ടൂൾസിൽ യൂസ് ചെയ്യും, ആൾട്ടർനേറ്റീവ്സിൽ യൂസ് ചെയ്യും, ഇലക്ട്രിക് മോട്ടോഴ്സിൽ യൂസ് ചെയ്യും, ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്ര ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾ ആ ഫിഗർ ഒന്ന് നോക്കി, ഒന്ന് ബാക്ക് എടുത്തു. നിങ്ങൾ ഈ ഫിഗർ കാണാമോ നിങ്ങൾക്ക്? ഇസ് ഇറ്റ് ക്ലിയർ? ഫിഗർ ബ്ലർ ആവും. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ഫിഗർ നോക്കി. അപ്പൊ മുകളിൽ കാണിച്ചിരിക്കുന്നതും താഴെ കാണിച്ചിരിക്കുന്ന ബെൽറ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, മുകളിൽ കാണിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ കംപ്രസറിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. ഇറ്റ്സ് എ ഫ്ലാറ്റ് ബെൽറ്റ്. ആ ഫിഗർ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും ഇറ്റ്സ് എ ഫ്ലാറ്റ് ബെൽറ്റ്. ഓക്കെ, ഫ്ലാറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്ന പുള്ളിയുടെ പ്രത്യേകത, ഫ്ലാറ്റ് ബെൽറ്റിന്റെ പ്രത്യേകത എന്താണ്? ഫ്ലാറ്റ് ബെൽറ്റ് വിൽ ഹാവ് എ റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ, എ തിൻ റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ. ആ മുകളിലത്തെ ഫിഗറിൽ ക്രോസ് സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ബെൽറ്റ്. താഴത്തെ ഫിഗർ നോക്കിയേ, താഴത്തെ ഫിഗർ യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലാറ്റ് ബെൽറ്റ് അല്ല, ഇറ്റ്സ് എ വി ബെൽറ്റ്. ഓക്കെ, വി ബെൽറ്റ് വർക്ക് ചെയ്യുന്നത് സ്ലോട്ടിനകത്താണ്. അതായത് പുള്ളി, നിങ്ങളെ മുകളിലത്തെയും താഴത്തെ ഫിഗേഴ്സിന്റെ പുള്ളി നോക്കി, രണ്ട് പുള്ളി. ഈ താഴത്തെ ഫിഗറിലെ പുള്ളിയിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്ലോട്ട്സ് ആണ്. സോ സ്ലോട്ട്സിനകത്താണ് വി ബെൽറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ വി ബെൽറ്റിന് സ്ലിപ്പിങ്ങിനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. കാര്യം സൈഡിലും റിയാക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, പക്ഷെ നമുക്ക് മുകളിലത്തെ ഫ്ലാറ്റ് ബെൽറ്റിനാണെങ്കിൽ ബോട്ടം റിയാക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ചാൻസ് ഓഫ് സ്ലിപ്പ് ഇസ് വെരി ഹൈ. സോ വി ബെൽറ്റ്, ഈ ഫിഗർ ഇട്ടിരിക്കുന്നത് ഇത് വി ബെൽറ്റും ഫ്ലാറ്റ് ബെൽറ്റും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനാണ്. Okay, so difference between flat belt and V belt can be analyzed in this figure in very simple manner. Okay, അപ്പൊ ഇതുപോലെ യൂസ് ചെയ്യുന്ന പുള്ളിയിൽ വരെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡ്. ഹലോ ഹലോ, നിങ്ങൾക്ക് നെക്സ്റ്റ് സ്ലൈഡ് കാണാമോ? One second. One second. Yes. ഓക്കെ, ടൈപ്പ് ഓഫ് ഇതിപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുമായിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് പഠിച്ചിട്ടില്ല. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫ്ലാറ്റ് ബെൽറ്റ് ആൻഡ് വി ബെൽറ്റ്? ഇതിന്റെ ആപ്ലിക്കേഷൻ ഇറ്റ്സെൽഫ് വിൽ വേരി. ഓക്കെ, ഫ്ലാറ്റ് ബെൽറ്റ് ഫസ്റ്റ് പോയിന്റ് നോക്കിയാൽ നാരോ റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. വി ബെൽറ്റ് ആണെങ്കിൽ ട്രപ്പിസോഡൽ ക്രോസ് സെക്ഷൻ. ഓക്കെ, ഫ്ലാറ്റ് ബെൽറ്റ് ലോ വെലോസിറ്റി റേഷ്യോ അപ് ടു 4:1, വെരി ലോ വെലോസിറ്റി റേഷ്യോ. കാരണം ഒരുപാട് വെലോസിറ്റി റേഷ്യോ കൂട്ടിയാൽ സ്ലിപ്പിംഗ് ടെൻഡൻസി കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് വെലോസിറ്റി റേഷ്യോയോട് കൂട്ടാൻ പറ്റത്തില്ല. വി ബെൽറ്റ് ആണെങ്കിൽ ഹൈ വെലോസിറ്റി റേഷ്യോ, സ്ലിപ്പിംഗ് കുറവാണ്, അതുകൊണ്ട് ഹൈ വെലോസിറ്റി റേഷ്യോ അപ് ടു 7:1. അഡ്ജസ്റ്റബിൾ വെലോസിറ്റി റേഷ്യോ പോസിബിൾ യൂസിംഗ് സ്റ്റെപ്ഡ് പുള്ളി. നമുക്ക് ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവിൽ സ്റ്റെപ്ഡ് പുള്ളീസ് യൂസ് ചെയ്യാം. അതായത് ഡയമീറ്റർ കൂടിയും കുറഞ്ഞ പുള്ളി. അത് പുറത്തുള്ള ഒരു ഗിയർ സൈക്കിൾ ഓർത്താൽ മതി. നമ്മളൊക്കെ കണ്ടിട്ടില്ല ഗിയർ സൈക്കിൾ കണ്ടിട്ടില്ല. ഒരുപാട് ഗിയേഴ്സ്, സ്റ്റെപ്ഡ് ഗിയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഗിയേഴ്സിന്റെ നമ്പർ ഓഫ് ടീത്തും ഡയമീറ്ററും കുറഞ്ഞു വരുന്ന ഗിയേഴ്സ് ആണ് നമ്മൾ സൈക്കിളിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെപ്ഡ് പുള്ളീസ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഡയമീറ്റർ കുറഞ്ഞ പുള്ളിയിലേക്ക് മാറ്റി നമുക്ക് ഡിഫറന്റ് വെലോസിറ്റി റേഷ്യോ അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു പിരമിഡ് ചരിച്ചു വെച്ചിരിക്കുന്ന പോലെ ആയിരിക്കും. ഓക്കെ, സ്റ്റെപ്ഡ് പുള്ളീസ്. ഓക്കെ, അടുത്ത പക്ഷേ ഫിക്സഡ് വെലോസിറ്റി റേഷ്യോ ആണ് ഫോർ വെൽ ഡ്രൈവ്. വി ക്യാൻ അഡ്ജസ്റ്റ് വൺസ് ഫിക്സ്ഡ് ഈസ് ഫിക്സ്ഡ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഹൈ എഫിഷ്യൻസി. ബെൽറ്റ് ഡ്രൈവിന് എഫിഷ്യൻസി കൂടുതലാണ്, കാരണം ഏരിയ ഓഫ് കോൺടാക്ട് ബെൽറ്റ് ഡ്രൈവിന് വളരെ കുറവാണ്. ബോട്ടം പോർഷൻ മാത്രമേ ഏരിയ ഓഫ് കോൺടാക്ട് ഉള്ളൂ. സോ ഫ്രിക്ഷൻ ഈസ് വെരി ലോ. വി ബെൽറ്റ് ഹാവ് very high friction, so efficiency will be low. The high center to center distance possible to compared to V belt drive up to 15 meter. Okay, പക്ഷേ V belt അത് പോസിബിൾ അല്ല. ആൻഡ് ഓൾസോ ഫ്ലാറ്റ് ബെൽറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി കൺസ്ട്രക്ഷൻ, കാരണം അതിന്റെ പുള്ളി തന്നെ നോക്കിയാൽ മതി. പുള്ളി ഈസ് ജസ്റ്റ് എ ഫ്ലാറ്റ് പുള്ളി. പക്ഷേ V belt കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ ഗ്രൂവ് ആംഗിൾ അറിഞ്ഞിരിക്കണം. ആ ആംഗിൾ അനുസരിച്ച് ഗ്രൂവ് കട്ട് ചെയ്യണം. അപ്പോൾ പുള്ളിയുടെ ഡിസൈൻ കോംപ്ലക്സ് ആണ്, ബെൽറ്റിന്റെ ഡിസൈനും കോംപ്ലക്സ് ആണ്. ഓക്കെ, പക്ഷേ സെയിം കേസിൽ V belt എടുത്തു കഴിഞ്ഞാൽ ക്യാൻ ട്രാൻസ്മിറ്റ് പവർ വെർട്ടിക്കൽ പൊസിഷൻ. ഓക്കെ, കാര്യം അതിന് ഏരിയ ഓഫ് കോൺടാക്ട് കൂടുതലുണ്ട്, കൂടുതൽ ഗ്രിപ്പ് കിട്ടും. ഓക്കെ, പക്ഷേ വി ബെൽറ്റിന്റെ കൺസ്ട്രക്ഷൻ ഇസ് കോംപ്ലക്സ് കൺസ്ട്രക്ഷൻ. കൺസ്യൂം മച്ച് ഹയർ സ്പേസ് ഫോർ ഓപ്പറേഷൻ. ഫ്ലാറ്റ് ബെൽറ്റ് വി ബെൽറ്റ് ഡ്രൈവ് വിൽ കൺസ്യൂം വെരി ലെസ് സ്പേസ് ഫോർ ഓപ്പറേഷൻ. അത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ മതി. ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്ന ഫ്ലോർ മില്ലുകളാണ് അല്ലേ, അവിടെയൊക്കെ കണ്ടിട്ടില്ലേ, പുള്ളിയൊക്കെ ഭയങ്കര വലിയ പുള്ളീസിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വി ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്ന ഒരു ഓട്ടോമൊബൈൽ ഒക്കെ കഴിഞ്ഞാൽ ഇറ്റ്സ് സ്മോളർ സൈസ്. അത് അങ്ങനെ കമ്പയർ ചെയ്യണമെന്നില്ല. നോർമലി വി ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്ന വി ബെൽറ്റ് ഡ്രൈവിന് കുറച്ച് ഏരിയ മതി യൂസ് ചെയ്യാൻ. കാര്യം സ്മോളർ സൈസിൽ തന്നെ നമുക്ക് ഹയർ വെലോസിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്. ഹലോ ഹലോ, Just wait a second.
മെറ്റീരിയൽസ് ഓഫ് ബെൽറ്റ്. ഓക്കെ, ബെൽറ്റ് ഈ മാനുഫാക്ചറിങ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. അപ്പോൾ ഈ മെറ്റീരിയൽസ് ഇത് ഞാൻ കുറച്ച് മെറ്റീരിയൽസ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കയ്യിൽ ഡേറ്റ ബുക്ക് ഉണ്ടല്ലോ, എല്ലാവരും ഡേറ്റ ബുക്ക് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക, എടുത്ത് റെഡി ആയിട്ട് യൂസ് ചെയ്യാൻ വെച്ചേക്കാം. പേജ് നമ്പർ 289 എടുക്കുക, അവിടെയാണ് ഈ നമ്മുടെ ബെൽറ്റ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഒരു ഇലാസ്റ്റിക് മെറ്റീരിയൽ ആയിരിക്കും എന്തായാലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും ഒരു ബ്രിട്ടലോ അല്ലെങ്കിൽ മെറ്റൽസോ യൂസ് ചെയ്യത്തില്ല, ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം ടു അബ്സോർബ് ഷോക്സ് ആൻഡ് വൈബ്രേഷൻസ് ആൻഡ് ടു ഇലാസ്റ്റ് ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ലെതർ ബെൽറ്റ് തന്നെയാണ്. ഫാബ്രിക് ബെൽറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. റബ്ബർ ബെൽറ്റ് യൂസ് ചെയ്യുന്നത് കൂടുതൽ വി ബെൽറ്റിലാണ്. വെലാറ്റ ബെൽറ്റ്സും കൂടുതൽ യൂസ് ചെയ്യുന്നത് വി ബെൽറ്റിലാണ്. ലെതർ ബെൽറ്റ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്ലാറ്റ് ബെൽറ്റിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡിഫറെന്റ് ബെൽറ്റ് മെറ്റീരിയൽസിനെ കുറിച്ച് അറിയണമെങ്കിൽ, സപ്പോസ് ഇപ്പോൾ ഒരു തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ബെൽറ്റ് മെറ്റീരിയൽസ് കുറച്ച് ബെൽറ്റ് മെറ്റീരിയൽസ് വേണമെങ്കിൽ പേജ് നമ്പർ 305 എടുത്താൽ മതി. പേജ് നമ്പർ 305 ടേബിൾ 14.2a, ആ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കുറെ ബെൽറ്റ് മെറ്റീരിയൽസ് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. വെലാറ്റ, കോട്ടൺ, ഓവൻ, ക്യാമൽ ഹെയർ, റബ്ബർ ഫ്രിക്ഷൻ, റബ്ബർ കവേർഡ്, ഓക്ക് ടാൻഡ് ലെതർ, അങ്ങനെ ഒരുപാട് മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസും പേരും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി. ഏറ്റവും മോസ്റ്റ് പ്രോമിനന്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് മാത്രമേ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഡിസൈൻ ഓഫ് ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ്. ഓക്കെ, ഞാൻ ഇതൊരു PPT യൂസ് ചെയ്ത് പഠിപ്പിക്കേണ്ട സബ്ജക്റ്റ് അല്ല. അപ്പൊ ബേസിക്കലി നമുക്ക് ഫെമിലിയർ ആവാനായിട്ട്, പ്രോബ്ലം ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ മാനുവലി എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന ഡേറ്റ ബുക്ക് 𝐾.മഹാദേവൻ ഓതറായിട്ടുള്ള CBS പബ്ലിക്കേഷൻസിന്റെ ഡേറ്റ ബുക്ക് ആണ്. നമ്മുടെ സിലബസിൽ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഡേറ്റ ബുക്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് PhD ഡേറ്റ ബുക്ക് ഉണ്ട്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അയ്യങ്കാർ ഡേറ്റ ബുക്ക് ഉണ്ട്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് എനിക്ക് യൂസ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് തോന്നിയത് ഈ ഡേറ്റ ബുക്ക് തന്നെയാണ്. ഇത് ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നിയത്, യൂസ് ചെയ്യാനും എളുപ്പമാണ്. PhD ഡേറ്റ ബുക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടെ വലുതാണ്, എങ്കിലും കുഴപ്പമില്ല. എനിക്ക് യൂസ് ചെയ്യാൻ എന്റെ 2 ഡേറ്റ ബുക്കേ ഉള്ളൂ. അയ്യങ്കാർ ഡേറ്റ ബുക്ക് ഞാൻ റെഫർ ചെയ്യുന്നില്ല. എനിക്ക് PhD ഡേറ്റ ബുക്കുകളേക്കാൾ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് 𝐾.മഹാദേവൻ ഡേറ്റ ബുക്കാണ് ഈസി ആയിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ചില ഇക്വേഷൻസ് ഇതിലാണ് കൂടുതലുള്ളത്, PSCയിൽ ചില കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പം ഡിസൈൻ ഓഫ് ഫ്ലാറ്റ് ബെൽറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഫെമിലിയർ ആവാം. അത് കഴിഞ്ഞ് നമുക്ക് Q&Aയിലേക്ക് പോകാം. Q&A ആവാറായി. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക, പിന്നീട് ചോദിക്കാൻ മറന്നു പോകും. ഇപ്പോൾ ഡിസൈൻ ഓഫ് ഫ്ലാറ്റ് ബെൽറ്റ്. ഓക്കെ, അപ്പൊ എന്ത് കാര്യം ഡിസൈൻ ചെയ്യാൻ പഠിച്ചാൽ, നിങ്ങൾ ഇതിന് മുമ്പ് പഠിച്ചതായിക്കോട്ടെ ഇനി പഠിക്കാൻ പോകുന്നതായിക്കോട്ടെ, ഡിസൈൻ മീൻസ് യു ഹാവ് ടു ഡിസൈൻ. ഇറ്റ് മീൻസ് യു ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദാറ്റ്. ഓക്കെ, ഞാനൊരു പേന ഡിസൈൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ പേനയുടെ ഔട്ടർ ഡയമീറ്റർ എത്ര വേണം, ഇന്ന ഡയമീറ്റർ എത്ര വേണം, റീഫിൽ ഡയമീറ്റർ എത്ര വേണം, റീഫിലിന്റെ നിബിന്റെ ഡയമീറ്റർ എത്ര വേണം, പേനയുടെ ലെങ്ത് എത്ര വേണം, ഇതൊക്കെയാണ്. സോറി, കറണ്ട് ഇല്ല. ഹലോ മാഡം, കേൾക്കാമോ മാഡം? ഹലോ, കേൾക്കാം. പവർ ഫെയിലർ ആണ് മാഡം. ഇറ്റ്സ് ഓക്കെ സർ, കണ്ടിന്യൂ ചെയ്തോളൂ, സെഷൻ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, സ്ലൈഡ് കാണാലോ. സ്റ്റുഡൻസ് നിങ്ങൾക്ക് സ്ലൈഡ് കാണാലോ. ഇൻ ബിറ്റ്വീൻ സർ Q&Aയിലേക്ക് പോണോ അതോ ഈ ഒരു സ്റ്റെപ്സ് ഈ ഒരു കുറച്ച് ഒരു 5-6 സ്ലൈഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് Q&Aയിലേക്ക് പോകും, അത് കഴിഞ്ഞ് പ്രോബ്ലത്തിലേക്ക് പോകും. ഓക്കെ, ഡിസൈൻ ഓഫ് ഫ്ലാറ്റ് ബെൽറ്റ്. ഓക്കെ, അപ്പൊ ബേസിക്കലി ഇത് സ്ലൈഡ് വെച്ച് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല. നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിലും ഇത് പിന്നീട് ഇത് നമ്മൾ അസാപ്പിന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യും. അപ്പോഴാണെങ്കിലും നിങ്ങൾ ഇത് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, ഒരു ഫ്രഷ് പേപ്പർ എടുത്തിട്ട് ഈ പ്രൊസീജിയേഴ്സ് അതുപോലെ നോട്ട് ഡൗൺ ചെയ്യുക. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, ഓരോ സ്റ്റെപ്പിൽ എന്തൊക്കെ ചെയ്യുന്നു. ഡേറ്റ ബുക്കിന് എടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതണമെന്നില്ല, പക്ഷേ എഴുതി പഠിക്കുമ്പോൾ ഇത് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പേജസ് ഫെമിലിയർ ആവും. ഓക്കെ, അപ്പൊ റെഡ് കളറിൽ എഴുതിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിന്റെ പാർട്ടല്ല, അത് നിങ്ങൾക്കുള്ള ഹിന്റ് ആണ്. ഡേറ്റ ബുക്കിലെ ഡേറ്റ ബുക്കിന്റെ പേജസ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രൊസീജിയേഴ്സ് എഴുതി തന്നെ പഠിക്കുക. ചിലപ്പോൾ നിങ്ങളത് ഫെമിലിയർ ആവും. ഒരിക്കലും ഇത് ജസ്റ്റ് കണ്ട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടുവിടരുത്. നാളെ ആണെങ്കിൽ നിങ്ങൾ വീണ്ടും അസാപ്പിന്റെ വീഡിയോ കണ്ടാലും ജസ്റ്റ് കണ്ടുവിടരുത്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി, നാളെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് നോക്കി നോട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ, ഇപ്പൊ നോക്കി ഫസ്റ്റ് സ്റ്റെപ്പ്, ഏത് പ്രോബ്ലം, ഏത് മെറ്റീരിയൽ അല്ലെങ്കിൽ ഏതൊരു എലമെന്റ്, മെഷീൻ എലമെന്റ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ ചെയ്യുന്ന ബേസിക്കലി അതിന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്നതാണ്. അതിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ക്ലിയറൻസസ് അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അത് സേഫ് ആയിരിക്കാൻ വേണ്ടി ചെക്ക് ചെയ്യുമാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളിപ്പോൾ ബെൽറ്റ് ഡ്രൈവ് ഡിസൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഓഫ് ബെൽറ്റ് ഡ്രൈവ്, അതിനകത്ത് ഡിസൈൻ സ്ട്രെസ് ഓഫ് ബെൽറ്റ്, ബെൽറ്റിന്റെ മെറ്റീരിയൽ സ്ട്രെസ് അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെസ് ചൂസ് ചെയ്യാം. ക്വസ്റ്റനിൽ കഴിഞ്ഞ 2 തവണ ചോദിച്ച കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റനിലും ബെൽറ്റിന്റെ മെറ്റീരിയലിനെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ മുമ്പ് റെഫർ ചെയ്തിട്ടുള്ള ടെക്സ്റ്റുകളിലും ബെൽറ്റിന്റെ മെറ്റീരിയലിനെ കുറിച്ചൊന്നും പറയത്തില്ല. ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ യു ക്യാൻ അസ്യൂം ഇറ്റ് ആസ് ലെതർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ പ്രോപ്പർട്ടീസ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ മെറ്റീരിയൽ പ്രോപ്പർട്ടി എന്തെങ്കിലും ക്വസ്റ്റൻ തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ഡൗൺ ഇറ്റ്. ഡിസൈൻ സ്ട്രെസ് ഓഫ് ബെൽറ്റ് σd = എഴുതുക.
എത്ര വാല്യൂ ആണ് ക്വസ്റ്റൻ തന്നിരിക്കുന്നത്. തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ആൾവേസ് യു 2.06 മെഗാ പാസ്കൽ. ഈ 2.06 മെഗാ പാസ്കലിന്റെ വാല്യൂ ഡേറ്റ ബുക്ക് എന്നാണ് എടുത്തത്. ഡേറ്റ ബുക്ക് പേജ് നമ്പർ 291 ഇക്വേഷൻ 14.4. ആ റൈറ്റ് സൈഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു വലിയ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാമോ? അതായത് ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന പേജ് നമ്പറിലെ 3ാമത്തെ ഇക്വേഷൻ, അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ഡിസൈൻ സ്ട്രെസ് 2.06 മെഗാ പാസ്കൽ ഫോർ ലെതർ. ഓക്കെ, അവിടെ നിന്നാണ് ഞാൻ ഈ പ്രോപ്പർട്ടി എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് എവിടെയെങ്കിലും ടേബിളിൽ നിന്ന് കിട്ടുവാണെങ്കിലും എടുക്കാം. ക്വസ്റ്റനിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി തരുന്നുണ്ടെങ്കിൽ അത് തന്നെ ഇടുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് സെലക്ട് ജോയിന്റ് എഫിഷ്യൻസി. ആ ഫിഗർ ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല. ജോയിന്റ് നെക്സ്റ്റ് സ്ലൈഡ് എടുക്കും. ജോയിന്റ് എഫിഷ്യൻസി പറഞ്ഞാൽ ഈ ബെൽറ്റ് ഒരു ലീനിയർ ആയിട്ടിരിക്കുന്ന ബെൽറ്റിനെ എടുത്ത് നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബെൽറ്റ് കിട്ടില്ല അതുപോലെ. സോ അത് ജോയിൻ ചെയ്തതിനു ശേഷം ആ ജോയിന്റിന് എത്ര എഫിഷ്യൻസി ഉണ്ടെന്നാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. കാര്യം നമ്മൾ ഇക്വേഷൻസിൽ ജോയിന്റിന്റെ എഫിഷ്യൻസി വരുന്നുണ്ട്. അപ്പൊ അപ് ടു പല പല ജോയിന്റ് അനുസരിച്ച് നമുക്ക് അപ് ടു 100% എഫിഷ്യൻസി വരെ അലൗബിൾ ആണ്. അത് ഞാൻ ആ ടേബിൾ അതാണ് ഞാൻ ഈ റൈറ്റ് സൈഡിൽ ഇട്ടേക്കുന്ന ടേബിൾ. നോക്കിയേ, ഇപ്പൊ നിങ്ങൾ ഈ സ്ലൈഡ് നോക്കിയാൽ ആ റൈറ്റ് സൈഡിലുള്ള ഡേറ്റാവിന്റെ പേജ് മാറിയിട്ടുണ്ട്. ആ താഴെ കാണാം ഒരു ടേബിൾ 14.5. ആ ടേബിളിൽ പല പല ടൈപ്പ് ജോയിന്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ്സ് ആർ അവൈലബിൾ ദർ. ആൻഡ് റൈറ്റ് സൈഡിൽ അതിന്റെ ജോയിന്റ് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. സോ ഇതിലിപ്പോ അങ്ങനെ പർട്ടിക്കുലർ ക്വസ്റ്റനിൽ പറയത്തില്ല. ക്വസ്റ്റനിൽ ജോയിന്റ് എഫിഷ്യൻസി ചിലപ്പോൾ തരാം, 90% എഫിഷ്യൻസി ഓർ 100% എഫിഷ്യൻസി. ക്വസ്റ്റനിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ ഈ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജോയിന്റ് അസ്യൂം ചെയ്യും. ഓക്കെ, നോർമലി ഫസ്റ്റ് കേസ് എടുത്താൽ മതി. നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, അപ്പൊ ജോയിന്റ് എഫിഷ്യൻസിയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ക്വസ്റ്റനിലെങ്കിൽ ഇതിൽ നിന്നൊരു ജോയിന്റ് എഫിഷ്യൻസി നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. മൂന്നാമത്തെ സെലക്ട് സ്യൂട്ടബിൾ സർവീസ് ഫാക്ടർ. സർവീസ് ഫാക്ടർ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യുക. നമ്മളിപ്പോൾ ഗിയർ, നിങ്ങൾ മുമ്പ് ഗിയർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗിയറിൽ സർവീസ് ഫാക്ടർ നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല 1 ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരിക്കലും നിങ്ങൾ 1 ഇട്ട് ചെയ്യരുത്. 1ന് പോലെ 2 കുറഞ്ഞ ഏതെങ്കിലും ഒരു 1.2, 1.5, 1.7 ഇട്ട് വേണം നിങ്ങൾ സർവീസ് ഫാക്ടർ എടുക്കാൻ. കാരണം ദിസ് ഈസ് എ ഫ്ലെക്സിബിൾ മെമ്പർ. ഗിയർ ഒരു റിജിഡ് മെമ്പർ ആണ്. ഓക്കെ, അപ്പൊ അവർ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന അതേ പവറും അതേ ടോർക്കും ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഡിസൈൻ ചെയ്താലും കുഴപ്പമില്ല. ഇറ്റ്സ് എ റിജിഡ് മെമ്പർ. കാരണം നമ്മൾ ആൾറെഡി ഫാക്ടർ സെഫ്റ്റി ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരു ഫ്ലെക്സിബിൾ മെമ്പറാണ്. സോ നമ്മൾ ഇപ്പം ഒരു 10 കിലോവാട്ട് പവർ അറ്റ് 1000 RPM ആണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ ടോർക്ക് കാണും. ഓക്കെ, പക്ഷെ അതിനെക്കാട്ടിലും ഒരു ഹയർ ടോർക്ക് സപ്പോസ് വന്നാൽ അതിനെയും എങ്ങനെ സേഫായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർവീസ് ഫാക്ടർ കൺസിഡർ ചെയ്യുന്നത്. സോ സർവീസ് ഫാക്ടറിന്റെ കൺസിഡർ ചെയ്യുക. ഇഷ്ടമുള്ള ഒരു വാല്യൂ എടുക്കുക. 1ന് എബോവ് ആയിട്ടുള്ള ഒരു വാല്യൂ എടുക്കുക. 1.2, 1.5 ഒക്കെ എടുക്കുക. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റനിൽ തന്നേക്കുന്ന പവറിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ടോർക്കിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു ഹയർ ടോർക്ക് കിട്ടും. ആ ഹയർ ടോർക്കാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. Okay, and calculate the design power. So design power means service factor into given power. So given power 10 kilowatt ആണെങ്കിൽ into service factor എടുക്കാം. ക്വസ്റ്റനിൽ ചിലപ്പോൾ സർവീസ് ഫാക്ടർ തരും. ഓക്കെ, അസ്യൂം പുള്ളി മെറ്റീരിയൽ കാസ്റ്റ് ഇഫ് നോട്ട് ഗിവൺ. പുള്ളി മെറ്റീരിയൽ കാസ്റ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, അസ്യൂം ചെയ്താൽ മതി. നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡ് മാം. Okay, step 2. Find the diameter of the given pulley. ഈ ഡേറ്റ ബുക്കിൽ ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ സെൽഫായിട്ട് കറക്റ്റ് ചെയ്യുക. ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ ഡ്രിവൺ പുള്ളി. സ്മോൾ ഡി ആണ് നമ്മൾ ഡയമീറ്റർ ആയിട്ട് ഡിവൈൻ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൊട്ടേഷൻ എടുക്കാം. ഡേറ്റ ബുക്കിൽ സ്മോൾ ഡി ആയതുകൊണ്ട് ഞാൻ സ്മോൾ ഡി എടുത്തേ ഉള്ളൂ. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ഡേറ്റ ബുക്ക് പേജ് നമ്പർ 292 ഇക്വേഷൻ 14.9 നിങ്ങൾക്ക് കാണാൻ ഏറ്റവും മുകളിൽ കൊടുക്കുന്ന ഇക്വേഷൻ. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 525 - 630 എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. സോ അത് ആക്ച്വലി 525 - 630 അല്ല, 525 to 630 ആണ്. ഓക്കെ, 525 to 630 അതിനിടയ്ക്കുള്ള ഏതെങ്കിലും ഒരു വാല്യൂ യൂസ് ചെയ്യാനാണ് എഴുതിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ 525 ഇടാം, 550 ഇടാം, 600 ഇടാം, 630 ഇടാം, നിങ്ങളുടെ ചോയ്സ്. ഓക്കെ, ഇപ്പോഴും മാക്സിമം ഇട്ട് ഡിസൈൻ ചെയ്യുന്ന സേഫ്. അപ്പോൾ സൈസ് മാക്സിമം ആയി കഴിഞ്ഞാൽ ഡിസൈൻ സേഫ് ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ഒരു ലിമിറ്റിനുള്ളിൽ പോരും. നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ലിമിറ്റിനകത്ത് യൂസ് ചെയ്യാം. നമുക്ക് 630 വരെ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 630 വേണമെങ്കിൽ യൂസ് ചെയ്യാം, 600 വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ അതിനകത്ത് ഇനി എന്തുള്ള പവർ ക്വസ്റ്റനിൽ തരും. എന്തായാലും ക്വസ്റ്റനിൽ പവർ ഉണ്ടാവും. ഡിവൈഡഡ് ബൈ 2π Nmax. Nmax എന്ന് പറഞ്ഞാൽ മാക്സിമം RPM ടു ബി ട്രാൻസ്മിറ്റഡ്. സ്മോൾ n ആണ്. സ്മോൾ n എന്ന് പറഞ്ഞാൽ RPS ആണ്. സോ റൊട്ടേഷൻസ് പെർ സെക്കൻഡ് ആണ്. സോ നമ്മൾ ക്വസ്റ്റനിൽ RPM ആണ് തരുന്നതെങ്കിൽ ഡിവൈഡഡ് ബൈ 60 എടുത്തിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് ശേഷം സ്റ്റാൻഡർഡൈസ് ദ ഡയമീറ്റർ ഫ്രം ഡേറ്റ ബുക്ക് ടേബിൾ 14.13 പേജ് 313 ആണ്. നെക്സ്റ്റ് സ്ലൈഡ് എടുക്കും. ടേബിൾ ഞാൻ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് നിങ്ങളുടെ കയ്യിലുള്ള ഡേറ്റ ബുക്ക് എടുത്ത് നോക്കുക. പേജ് നമ്പർ ഏതിലാണ് വന്നിരിക്കുന്നത്. സെയിം ഡേറ്റാസ് അവിടെ നമുക്ക് കാണാൻ പറ്റും.
അവിടെ ഇല്ല, അവിടെ ഇല്ല, അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ കയ്യിലുള്ള നോക്കുക, ആ പേജ് നമ്പർ വെച്ച് അവിടെ പോയി കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് വാല്യൂ എടുക്കുക. നമ്മൾ മുമ്പൊക്കെ ചെയ്തിട്ടുള്ള പ്രൊസീജിയർ തന്നെ. സ്റ്റാൻഡർഡൈസേഷൻ ഒരു സിമ്പിൾ ടാസ്ക് ആണ്. സോ സ്റ്റെപ്പ് 3 ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ ഡ്രിവൺ പുള്ളി. ഇപ്പോൾ ഡ്രൈവർ കിട്ടി കഴിഞ്ഞാൽ ഡ്രിവൺ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് റിലേഷൻഷിപ്പ് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. I ഈക്വൽ ടു ക്യാപിറ്റൽ D ഡിവൈഡ് ബൈ സ്മോൾ d, അല്ലെങ്കിൽ ഡ്രിവൺ ഡിവൈഡ് ബൈ ഡ്രൈവർ പുള്ളി. അതായത് നമുക്ക് D ഈക്വൽ ടു I ഇൻറ്റു D എന്ന് എടുക്കാം. ഇത് സ്റ്റാൻഡേർഡ് റിലേഷൻ ആണ്. പക്ഷേ ഡിസൈൻ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ സ്ലിപ്പിന്റെ എഫക്ട് ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യണം. അതിനാണ് ഞാൻ താഴെ ആ ഇക്വേഷൻ മോഡിഫൈ ചെയ്ത് ഇൻറ്റു 1 മൈനസ് E എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ഞാൻ അഡീഷണൽ കൺസിഡറേഷൻ ആണ്. നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി പോലെ സ്ലിപ്പ് ഉണ്ടായാൽ എന്നുള്ളതിനെ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യാനായിട്ട്. ഈ ഇക്വേഷൻ ഡേറ്റാ ബുക്കിലുണ്ട്, പേജ് നമ്പർ 292 സൈഡിൽ കിടപ്പുണ്ട്. വേണം ലാസ്റ്റ് ഒന്നെടുക്കും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കണ്ടുപിടിച്ചതിന് ശേഷം സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ക്വസ്റ്റനിൽ സ്ലിപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ലിപ്പിന്റെ പെർസെന്റേജ് യൂസ് ചെയ്യുക. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 2-നും 5-നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ അസ്യൂം ചെയ്യുക. 2 to 5 നിങ്ങൾക്ക് ഇഷ്ടമുള്ള അസ്യൂം ചെയ്യുക. മാക്സിമം 5, അതിൽ കൂടുതൽ സ്ലിപ്പിൻ ഉണ്ടാവത്തില്ല. സോ അപ്പൊ നമുക്ക് ഇത് എത്ര പെർസെന്റ് എടുക്കുന്നു അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഡ്രിവൺ പുള്ളിയുടെ കിട്ടും. നെക്സ്റ്റ് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക, സെയിം ടേബിൾ. അടുത്ത ബെൽറ്റ് സ്പീഡ്, വെലോസിറ്റിയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയില്ല. അപ്പൊ IDN/60, സോറി മിസ്റ്റേക്ക് ആണ് കേട്ടോ. IDN/60. സോ വെലോസിറ്റി IDN/60. അവിടെയും സ്ലിപ്പിന്റെ എഫക്ട് കൺസിഡർ ചെയ്യുക ഇൻറ്റു 1 മൈനസ് C. ഓക്കെ, നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ട സെന്റർ ഡിസ്റ്റൻസ്. സെന്റർ ഡിസ്റ്റൻസ് എന്താണ്? രണ്ട് ഷാഫ്റ്റിന്റെയും സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. നിങ്ങൾ ഈ വേർഡ് ഫെമിലിയർ ആയിരിക്കും. നിങ്ങൾ ഗിയർ ഡിസൈൻ ചെയ്യാൻ പഠിച്ചപ്പോൾ ക്വസ്റ്റൻസിൽ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന ക്വസ്റ്റൻസ് സോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഗിയറിലാണെങ്കിൽ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D1 + D2/2. കാരണം എന്താ, രണ്ട് ഡയറക്ട് കോൺടാക്റ്റിൽ ഇരിക്കുകയാണ്. അപ്പൊ രണ്ടിന്റെ റേഡിയസ് ആഡ് ചെയ്ത സെന്റർ ഡിസ്റ്റൻസ്. പക്ഷെ ഇവിടെ നമുക്ക് ബെൽറ്റ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ രണ്ടിന്റെ ഇവിടെ ഡയമീറ്റർ ആഡ് ചെയ്താൽ പോരാ. സോ നമുക്ക് സെന്റർ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഉണ്ട് ഡേറ്റാ ബുക്കിൽ, പേജ് നമ്പർ 290, ഇക്വേഷൻ 14.2D. ഈ ഇക്വേഷൻ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ 1.5 to 2 into D+D ആണ് സ്റ്റാൻഡേർഡ് സെന്റർ റിലേഷൻ എന്ന് പറയുന്നത്. മാക്സിമം എടുത്താൽ ബെറ്റർ, അത്രേ ഉള്ളൂ. അപ്പോൾ 1.5 ഇട്ടാലും കുഴപ്പമില്ല, പക്ഷെ എപ്പോഴും 2 ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ, അത്രേ ഉള്ളൂ. അപ്പോൾ 2 into D+D എന്ന് എടുക്കാം. 1.5, 1.7 ഒക്കെ യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് മാം. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനും ഇക്വേഷൻ ഡേറ്റാ ബുക്കിലുണ്ട്. ബ്രാത്സ് ഫോർമുല, നമ്മുടെ ഇക്വേഷൻ നമ്പർ ഇല്ല. പേജ് നമ്പർ 290 ഏറ്റവും താഴെ കിടക്കുന്ന ഇക്വേഷൻ ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇക്വേഷൻ 14.3D താഴെ കിടക്കുന്ന ഇക്വേഷൻ. μ = 0.54 മൈനസ് 0.712 ഡിവൈഡഡ് ബൈ 2.542 പ്ലസ് വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡിൽ ഇടുക. ഓക്കെ, അടുത്തത് ലെങ്ത് ഓഫ് ദ ബെൽറ്റ്. ഈ ലെങ്ത് ഓഫ് ദ ബെൽറ്റിന്റെ ഡെറിവേഷൻ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. സോ ലെങ്ത് ഓഫ് ബെൽറ്റ് എന്താണെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഫിഗർ നോക്കിയാൽ മനസ്സിലാവും ലെങ്ത് ഓഫ് ബെൽറ്റ്. സോ ലെങ്ത് ഓഫ് ബെൽറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യാം. ബേസിക്കലി ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ ആ മോളിൽ കാണുന്ന ഇക്വേഷൻ, ക്ലോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ രണ്ടാമത് കാണുന്ന ഇക്വേഷൻ. ഡേറ്റാ ബുക്കിൽ തന്നെ ഉണ്ട് 14.2 ആണോ ഇക്വേഷൻ. ആ ഏറ്റവും മോളിൽ ആ പേജ് കിടക്കുന്ന ഇക്വേഷൻസ്. അപ്പോൾ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ, ക്ലോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിന് എപ്പോഴും ലെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, ആംഗിൾ ഓഫ് കോൺടാക്റ്റും കൂടുതലായിരിക്കും. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിനാണെങ്കിൽ നമുക്ക് അത്ര ലെങ്ത് വരത്തില്ല. ഓക്കെ, അതിന്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, അപ്പം അടുത്ത സ്ലൈഡ്. അടുത്ത ആംഗിൾ ഓഫ് കോൺടാക്ട് ഓഫ് സപ്ലൈ. അത് നമ്മുടെ ഡേറ്റാ ബുക്കിൽ ഫസ്റ്റ് പേജിൽ തന്നെ കിടപ്പുണ്ട്, ആംഗിൾ ഓഫ് കോൺടാക്ട്. അപ്പോൾ ആംഗിൾ ഓഫ് കോൺടാക്ട് എന്താണെന്ന് അറിയാലോ, ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ആംഗിൾ ഓഫ് കോൺടാക്ട് ഓഫ് പുള്ളി, തീറ്റ സ്മാളർ പുള്ളി, തീറ്റ ലാർജർ പുള്ളി ഒക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതിന്റെ ഇക്വേഷൻ നമ്മുടെ ഡേറ്റാ ബുക്കിലുണ്ട്, കാണാൻ പറ്റും നിങ്ങൾക്ക്. അതും ഇത് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിന്റെ ആണ്. ക്വസ്റ്റനിൽ ക്ലോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ആണ് പറഞ്ഞത്, ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ആണ് പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ താഴെ കിടക്കുന്ന ഇക്വേഷൻ എടുക്കുക. 1.4 A യും B ആണ് ഞാൻ എഴുതിയത്. അടുത്ത 1.2 എടുക്കുക, 14.2 എടുക്കുക. ഓക്കെ, മാത്രമല്ല ക്വസ്റ്റനിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഏത് ടൈപ്പ് ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴും അത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആയിരിക്കും. ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ ക്വസ്റ്റൻ അത് സ്പെസിഫൈ ചെയ്ത് പറയും. അപ്പൊ മാത്രം ഈ ലെങ്തിന്റെ തീറ്റയുടെ ഇക്വേഷൻ മാറും. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണെന്ന് അസ്യൂം ചെയ്താൽ മതി. നെക്സ്റ്റ് സ്ലൈഡ്. വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പവർ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക്, ഈ ഇക്വേഷൻ ഡേറ്റാ ബുക്കിലുള്ള ഇക്വേഷനിനകത്ത് നമുക്ക് ആകെ കിട്ടുന്നത് അൺനോൺ ആയിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ട്. പവർ ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, G അറിയാം, μ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കും, തീറ്റ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കും. അൺനോൺ ആയിട്ടുള്ള പിന്നെ W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഡെൻസിറ്റി ഇൻറ്റു G എടുക്കാം. ഡെൻസിറ്റി തന്നിട്ടില്ലെങ്കിൽ ലെതറിന്റെ ഡെൻസിറ്റി 1000 ആയിട്ട് അസ്യൂം ചെയ്യുക. ക്വസ്റ്റനിൽ തരുവാണെങ്കിൽ ആ വാല്യൂ ഇടുക. ഇൻറ്റു G എടുക്കുമ്പോൾ നമുക്ക് W കിട്ടും. പിന്നെ അൺനോൺ ആയിട്ടുള്ളത് BT മാത്രമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തിക്നെസ് ഓഫ് ദ ബെൽറ്റ് ക്വസ്റ്റനിൽ ചിലപ്പോൾ എന്തെങ്കിലും റേഷ്യോസ് ഒക്കെ തരും. ഡയമീറ്റർ ടു തിക്നെസ് ഓഫ് ദ റേഷ്യോ ഈസ് എന്നൊക്കെ പറഞ്ഞ് തരും. ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് റിലേഷൻ ആണ് മിനിമം ഡയമീറ്റർ ഡിവൈഡ് ബൈ തിക്നെസ് ഈസ് 50 എന്ന് അസ്യൂം ചെയ്യാം. ക്വസ്റ്റനിൽ ഒരു ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ മാത്രം. അപ്പൊ D/T = 50 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് T കിട്ടും. ആ T സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ B കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഡേറ്റാ ബുക്കിലുണ്ട്, കണ്ടല്ലോ.
അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ടെൻഷൻസ് ഓഫ് ദ ബെൽറ്റ്. ഓക്കെ, ടെൻഷൻസ് ഓഫ് ദ ബെൽറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 3 ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. ആദ്യം പവർ ട്രാൻസ്മിറ്റഡ് T1 മൈനസ് T2 ഇൻറ്റു വെലോസിറ്റി. ഇത് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്. പവർ ട്രാൻസ്മിറ്റഡ് ഇക്വേഷൻ എന്താണ്? FT ഇൻറ്റു വെലോസിറ്റി എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ നെറ്റ് ഫോഴ്സ് ആണ് T1 മൈനസ് T2 എന്ന് എടുത്തേക്കുന്നത്. അപ്പൊ ഈ T1 T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന പുള്ളിയിലുള്ള ടെൻഷൻസ്. സോ അതിന് ആദ്യം നോക്കേണ്ടത് വെലോസിറ്റി ഗ്രേറ്റർ ദാൻ 10 ആണോ, ഇത് ടെക്സ്റ്റിലില്ല. വെലോസിറ്റി ഗ്രേറ്റർ ദാൻ 10 ആണോ ലെസ് ദാൻ 10 ആണോ നോക്കണം. വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡിൽ കൂടുതലാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ടെൻഷന്റെ എഫക്ട് കൺസിഡർ ചെയ്യണം. വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡിനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് അത് നെഗ്ലക്ട് ചെയ്യാം. സോ 10 മീറ്റർ പെർ സെക്കൻഡിനേക്കാൾ വെലോസിറ്റി കൂടിയെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. കൂടുതലാണെങ്കിൽ ഈ TC കൂടെ കൺസിഡർ ചെയ്യാം. TC എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ. ഓക്കെ, അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പൊ TC കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് താഴത്തെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ആ താഴത്തെ ഇക്വേഷൻ പേജ് നമ്പർ 290 ഇക്വേഷൻ നമുക്ക് ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന ഇക്വേഷൻ തന്നെ T1 by T2 𝑒⁻𝜃 പഠിച്ചിട്ടുണ്ടല്ലോ. T1 ഡിവൈഡഡ് ബൈ T2 𝑒⁻𝜃. ആ T1 നും T2 നും നമുക്ക് TC മൈനസ് C, അതായത് സെൻട്രിഫ്യൂഗൽ ടെൻഷന്റെ എഫക്റ്റ് ഉണ്ട്. ഈ ഇക്വേഷൻ പേജ് നമ്പർ 290 ഉണ്ട്. നിങ്ങൾ ഡേറ്റ ഉണ്ടെങ്കിൽ നോക്കിയാൽ കാണാം. പേജ് നമ്പർ 290 ഈ ഇക്വേഷൻ എല്ലാം കിടപ്പുണ്ട്. അതായത് T1 മൈനസ് TC ഡിവൈഡ് ബൈ T2 മൈനസ് TC 𝑒⁻𝜃 എന്ന് പറഞ്ഞ റിലേഷൻ. ഈ റിലേഷനിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡിനേക്കാൾ കുറവാണെങ്കിൽ TC 0 നിട്ടാൽ മതി. 10 മീറ്റർ പെർ സെക്കൻഡിനേക്കാൾ വെലോസിറ്റി കൂടുതലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ TC മുകളിലത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക, താഴെ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് T1 T2 കണക്ട് ചെയ്യാൻ ഒരു ഇക്വേഷൻസ് കിട്ടും. അത് രണ്ട് ഇക്വേഷൻസ് കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് T1 വാല്യൂ കിട്ടും, T2 വാല്യൂ കിട്ടും. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇനിഷ്യൽ ടെൻഷൻ, അതായത് ബെൽറ്റ് പുള്ളി സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ടെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. പേജ് നമ്പർ 291 നിങ്ങൾക്ക് കാണാം ഏറ്റവും താഴെ കിടക്കുന്ന ഇക്വേഷൻ. നിങ്ങളുടെ കയ്യിൽ ഡേറ്റ ഉണ്ടെങ്കിൽ നോക്കി 291 ഏറ്റവും താഴെ കിടക്കുന്ന ഇക്വേഷൻ. സോ ആ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ √T1 പ്ലസ് √T2 2√TO. ആ TO ആണ് ഇനിഷ്യൽ ടെൻഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ബേസിക്കലി ഡിസൈൻ ചെയ്യുന്നത് ബെൽറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പത്തെ പോലെ പുള്ളിയുടെ മെറ്റൽ പ്രോപ്പർട്ടീസ് ഒന്നും എടുക്കുന്നില്ല. കാര്യം പുള്ളി ഫെയിൽ ആവില്ല. പുള്ളിക്ക് മുമ്പേ ബെൽറ്റ് ഫെയിൽ ആവും. സോ ബെൽറ്റ് ഫെയിൽ ആയാൽ തന്നെ ഓപ്പറേഷൻ നിർത്തും. അതുകൊണ്ട് നിങ്ങൾ കാസ്റ്റ് ആൻഡ് പുള്ളി എന്ന് മാത്രം അസ്യൂം ചെയ്താൽ മതി. നമ്മൾ മുമ്പെല്ലാം എന്ത് ഡിസൈൻ ചെയ്താലും ചെക്ക് ഫോർ സേഫ്റ്റി ഒക്കെ ചെയ്യുമായിരുന്നു. ഇവിടെ അതൊന്നും ചെയ്യാത്തതിന്റെ റീസൺ ബെൽറ്റിന് നമ്മൾ ആൾറെഡി ഡിസൈൻ സ്ട്രെസ് ആയിരിക്കും ക്വസ്റ്റിന് തരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത സ്ട്രെസ് സേഫ് സ്ട്രെസ് ആണ്. സോ അത് ഫെയിൽ ആവുകയാണെങ്കിൽ പിന്നെ എന്തായാലും ബെൽറ്റ് പിന്നെ പുള്ളി പിന്നെ ഫെയിൽ ആവില്ല. അതുകൊണ്ടാണ് നമുക്ക് പുള്ളിയുടെ പ്രോപ്പർട്ടീസ് ഒന്നും കൺസിഡർ ചെയ്യാത്തത്. നമ്മൾ ബേസിക്കലി ഇവിടെ ഡിസൈൻ ചെയ്യുന്നത് ബെൽറ്റ് ആണ്. ഓക്കെ, ബെൽറ്റിന്റെ ലെങ്ത്, ബെൽറ്റിന്റെ വിഡ്ത്ത്, ബെൽറ്റിന്റെ തിക്നെസ്, ബെൽറ്റിന്റെ സെന്റർ ഡിസ്റ്റൻസ്, ബെൽറ്റിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് Q&A പോവാം. സർ, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സർ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് why leather is mainly used to manufacture belt drive? Why leather is mainly used? Mainly used to manufacture belt drives. Leather is mainly used because leather is very less subjected to wear and tear. നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്യുന്നവരാണല്ലോ. ബെൽറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജെനുവിൻ ലെതർ ബെൽറ്റ് അല്ലെങ്കിൽ 100% ഒറിജിനൽ ലെതർ ബെൽറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലൈഫ് കൂടുതലായിരിക്കും, വിയർ ആൻഡ് ടിയർ കൂടുതലായിരിക്കും. കാര്യം യൂസ് ചെയ്യുന്ന നമ്മൾ ഒറിജിനൽ ബെൽറ്റ് ലെതർ ബെൽറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ സർഫസ് ഒന്നും ടാമ്പർ ആവത്തില്ല. പക്ഷെ അതേസമയം നമ്മൾ ലോക്കൽ ബെൽറ്റ് വാങ്ങിച്ചിരുന്ന സർഫസ് ഒക്കെ ഇളകിയൊക്കെ പോയി ടാമ്പറിങ് ആവും. ലെതർ ഇസ് വെരി ലെസ് സബ്ജക്റ്റഡ് ടു ഒറിജിനൽ ലെതർ ഷൂ ഒക്കെ യൂസ് ചെയ്യുന്നതിന്റെ മിലിറ്ററി ഒക്കെ യൂസ് ചെയ്യുന്ന ഒറിജിനൽ ലെതർ ഷൂ ആണ്. കാരണം ഇറ്റ്സ് ഹാവ് വെരി ഹൈ ലൈഫ്. ഇറ്റ്സ് വെരി ലോ സബ്ജക്റ്റഡ് ടു വിയർ ആൻഡ് ടിയർ ഓൾസോ. Okay. Thank you, sir. We have next question is, what is the purpose of open and crossed belt drive? ഓപ്പൺ ആൻഡ് ക്രോസ് ബെൽറ്റ് ഡ്രൈവ് നമുക്ക് കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രോസ് ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യാം. കാരണം ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിന് പുള്ളിക്ക് മുകളിലുള്ള ഏരിയ ഓഫ് കോണ്ടാക്ട് കൂടുതലാണ്. സോ നമുക്ക് സ്ലിപ്പ് കുറയ്ക്കാൻ പറ്റും. സോ കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും. അതാണ് ക്രോസ് ബെൽറ്റ് ഡ്രൈവിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. നിങ്ങൾ ലെങ്തും തീറ്റയും കണ്ടുപിടിക്കുമ്പോൾ സെയിം നമ്മൾ ക്രോസ് ബെൽറ്റ് ഡ്രൈവിന്റെ ഇക്വേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ക്രോസ് ബെൽറ്റ് ഡ്രൈവിന്റെ ഇക്വേഷൻസ് യൂസ് ചെയ്താൽ ലെങ്ത് കൂടുതൽ കിട്ടും, ആംഗിൾ ഓഫ് കോണ്ടാക്റ്റും കൂടുതലായിരിക്കും. അതിന്റെ റീസൺ നമുക്ക് കൂടുതൽ ഗ്രിപ്പ് കിട്ടും. പുള്ളിയുടെ മുകളിൽ നിങ്ങൾക്ക് ആ ഫിഗർ കാണാൻ പറ്റും. ഞാൻ ഡേറ്റ ബുക്കിൽ ഒരു ഫിഗർ ഉണ്ട്. ഓക്കെ, താങ്ക് യു. കറണ്ട് വന്നു. ഞാൻ പേജ് നമ്പർ കാണിച്ചു തരാം. നിങ്ങളുടെ കയ്യിൽ ഡേറ്റ ബുക്ക് ഉണ്ടെങ്കിൽ എടുത്ത പേജ് നമ്പർ ഒരു 290 എടുത്ത പേജ് നമ്പർ 290. അത് ഞാനിവിടെ ഒരിടത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്ലൈഡ് ചേഞ്ച് ചെയ്യണ്ട. പേജ് നമ്പർ 290 ഒരു ഫിഗർ ഉണ്ട്, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവും ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ്. സപ്പോസ് എക്സാമിന് ചോദിച്ചു കമ്പയർ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ക്രോസ് ബെൽറ്റ് തിയറി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിഗർ ഡേറ്റ ബുക്കിലൊക്കെ വരയ്ക്കാം. അത് കാണാൻ പറ്റുമെങ്കിൽ നോക്കിക്കോളൂ. പേജ് നമ്പർ 290 താഴെ ഒരു രണ്ട് ഫിഗർ എടുക്കുന്നുണ്ട്, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, ക്രോസ് ബെൽറ്റ് ഡ്രൈവ്. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവാൻ പറ്റും കൂടുതൽ ഏരിയ ഗ്രിപ്പ് ഓവർ ദ പുള്ളി നമുക്ക് ക്രോസ് ബെൽറ്റ് ഡ്രൈവിനായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലിപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ലെങ്തും അതുകൊണ്ട് ബെൽറ്റിന്റെ ലെങ്തും കൂടും. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. ഓക്കെ,
Thank you, sir. And the question is, when to take centrifugal tension? Can you say it once more? സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൺസിഡർ ചെയ്യണോ, എവിടെയാണ്, എപ്പോഴാണ് എന്ന്. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾ ഫണ്ടമെന്റൽ ഇക്വേഷൻ അറിയാലോ, ടെൻഷൻ റേഷ്യോയുടെ റിലേഷൻ T1/T2 = E⁻μθ. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേജ് നമ്പർ 290 എടുത്തേ. നിങ്ങൾ എല്ലാവരും പേജ് നമ്പർ 290 എടുത്തേ. 291 ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വേണം ആ പ്രീവിയസ് സ്ലൈഡ് ഒന്ന് എടുക്കും. അല്ലെ നെക്സ്റ്റ് സ്റ്റെപ്പ് 10 മുമ്പോട്ട് പോകണം. നെക്സ്റ്റ് സ്റ്റെപ്പ് 10. ഓക്കെ, സ്റ്റെപ്പ് 10 നോക്കിയേ. പേജ് നമ്പർ 291 ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 290 നോക്കിയേ. പേജ് നമ്പർ 290 നിങ്ങൾക്ക് ഇക്വേഷൻ നമ്പർ 14.3a എടുത്ത് T1/T2 = E⁻μθ. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്, ഫണ്ടമെന്റൽ ഇക്വേഷൻ ഫോർ ബെൽറ്റ് ഡ്രൈവ്. ടെൻഷൻ റേഷ്യോ = E⁻μθ. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ സെൻട്രിഫ്യൂഗൽ ടെൻഷന്റെ എഫക്ട് ഇല്ല എന്ന് അസ്യൂം ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ആണ്. സപ്പോസ് നിങ്ങളുടെ വെലോസിറ്റി, നമ്മൾ ഇതിന് മുമ്പ് ഒരു സ്റ്റെപ്പിൽ വെലോസിറ്റി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് അത് 10 m/s കൂടുതലാണെങ്കിൽ, ഈ ക്വസ്റ്റൻ തന്നെ വെലോസിറ്റി ഉണ്ട്, നിങ്ങൾക്ക് കാണാം വെലോസിറ്റി ഉണ്ട്. ഈ വെലോസിറ്റി 10 കൂടുതലാണെങ്കിൽ നിങ്ങൾ സെൻട്രിഫ്യൂഗൽ ടെൻഷന്റെ എഫക്ട് കൺസിഡർ ചെയ്യണം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് T1/T2 = E⁻μθ എടുത്താൽ മതിയായിരുന്നു. സെൻട്രിഫ്യൂഗൽ ടെൻഷന്റെ എഫക്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അത് താഴത്തെ ഇക്വേഷനായിട്ട് മാറും. T1 - Tc / T2 - Tc = E⁻μθ. കണ്ടോ, T1 ൽ നിന്നും Tc കുറച്ചു, T2 ൽ നിന്നും Tc കുറച്ചു. ദാറ്റ് ഈസ് വൈ വി ആർ കൺസിഡറിംഗ് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ, എഫക്ട് ഓഫ് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ. ഓക്കെ, വാട്ട് ഈസ് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ റൊട്ടേറ്റിംഗ് ബോഡിക്കും അതിന്റെ മെയിൻ പാത്ത് നിന്ന് ഡീവിയേറ്റ് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ആ ടെൻഡൻസിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ടെൻഷൻ ആണ് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കാറിന് ഒരു വളവ് തിരിയുവാണ്, ഒരു വലിയൊരു ടേൺ എടുക്കുകയാണ് നമ്മളെ കാർ. അപ്പൊ നമ്മൾ കാറിന് ആ മെയിൻ പൊസിഷനിൽ നിന്ന് ആ വളവിൽ നിന്ന് തെറിച്ചു പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അതാണ് സെൻട്രിഫ്യൂഗൽ. അതൊരു പർട്ടിക്കുലർ ഇതിൽ അത് എത്രത്തോളം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാർ റോഡിന്റെ ഡിസൈൻ അനുസരിച്ച് മാറ്റിയിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ഓപ്പോസിറ്റ് സെൻട്രിപെറ്റൽ ടെൻഷനും ഉണ്ടാവും. എപ്പോഴും സെൻട്രിപെറ്റൽ ടെൻഷനേക്കാൾ മുകളിൽ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ പോകുന്നു, അപ്പൊ നമുക്ക് മെയിൻ പൊസിഷൻ തെറിച്ചു പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, Sir, next question is, in which page of data book the belt speed equation is present? വെലോസിറ്റി = πd/60 സിമ്പിൾ ഇക്വേഷൻ. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അല്ലേ, അതൊക്കെ ഡേറ്റ ബുക്കിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. πd/60 ഞാൻ ഇട്ടാൽ ഒരു എറർ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. വെലോസിറ്റി = πd/60. Fine. Sir, shall we move on to the next session? ഓക്കെ, വേറെ Q&A ഒന്നുമില്ല? ഇല്ല sir. Coming. എന്തെങ്കിലും ഞാൻ പറഞ്ഞ ആൻസേഴ്സിൽ ക്ലാരിഫിക്കേഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ വി കാൻ ആസ്ക് അഗൈൻ. ഓക്കെ, ശരി, നെക്സ്റ്റ് സ്ലൈഡിലോട്ട്. ഓക്കെ, വി ഹാവ് വെരി ഫ്യൂ മിനിറ്റ്സ് ഓൺലി മോർ ആൻഡ് വി ഷാൽ ഗോ ഫോർ എ പ്രോബ്ലം. ആക്ച്വലി ഒരു പ്രോബ്ലം ഇങ്ങനെയല്ല സോൾവ് ചെയ്യേണ്ടത്. PPT ആയിട്ട് പഠിപ്പിക്കേണ്ട ഒരു സബ്ജക്ട് അല്ല ഇത്. പക്ഷേ നമുക്ക് ഈ സിറ്റുവേഷൻ ഇങ്ങനെ യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. സിറ്റുവേഷന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ യൂസ് ചെയ്യാനേ പറ്റൂ. അതല്ല നിങ്ങൾക്ക് റിയൽ ടൈം ക്ലാസ് റൂം വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മൾ ഇഷ്ടംപോലെ പ്രൊഫസേഴ്സ് വീഡിയോ ലെക്ചേഴ്സ് എടുക്കുന്നുണ്ട്, ഞാനും എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. ഒരു PPT ആയിട്ട് പഠിപ്പിക്കേണ്ട സബ്ജക്ട് അല്ലേ ഇത്. ഇപ്പൊ ഹൗ ടു there are 2 theta values, theta s and theta l. നമുക്ക് Q&A ലാസ്റ്റ് നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ പോയി. ഓക്കെ, ലാസ്റ്റ് Q&A നോക്കാം. ഡിസൈൻ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് ടു എ വിഞ്ച് ഫ്രം എൻ ഇലക്ട്രിക് മോട്ടർ. ഈ പ്രോബ്ലം നോക്കിയോളൂ. To an electric motor of 12 kW having a speed ratio of 3. The speed of motor shaft is 900 rpm. Assume a service factor of 1.2. ഇത്ര ഡേറ്റേ ഉള്ളൂ. നോർമലി ഇത്ര ഡേറ്റയൊക്കെ വരാറുള്ളൂ. നമ്മൾ ലാസ്റ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലും ഇത്രയൊക്കെ ഡേറ്റേ ഉള്ളൂ. ഡേറ്റാസ് ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള ഡേറ്റ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പ്രോബ്ലം എഴുതി തന്നെ പഠിക്കുക, ഒരിക്കലും സ്ലൈഡ് യൂസ് ചെയ്ത് പഠിക്കരുത്. റിയൽ ക്ലാസ് റൂം ലെക്ചേഴ്സ് വേണമെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് പ്രൊഫസേഴ്സ് എടുക്കുന്നുണ്ട്, ഫോളോ ചെയ്യുക. കഴിവതും ഒരു പ്രൊഫസറെ ഫോളോ ചെയ്യുക. കാര്യം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോർ വൺ ടോപ്പിക് യു ഫോളോ വൺ പ്രൊഫസർ. കാര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ടാവും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, നിങ്ങൾ ഏത് പ്രൊഫസർ ഫോളോ ചെയ്താലും അയാളുടെ കോൺടാക്ട് നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഫോർ എനി ഡൗട്ട് യു ക്യാൻ കോൾ ഹിം. ഈ ഒരു സിറ്റുവേഷനിൽ ഏത് പ്രൊഫസറും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, സോ അതിലൊന്നും ഹെസിറ്റേഷൻ വിചാരിക്കരുത്. നിങ്ങൾ ഫോളോ ചെയ്യുന്ന പ്രൊഫസർ ആരാണോ അയാളുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടല്ലോ. ഇത് ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് നടത്ത ക്വസ്റ്റൻ ആണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ സോൾവ് ചെയ്യണമെന്നത് എനിക്ക് കുറച്ച് ടൈം പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ സോൾവ് ചെയ്യാൻ പറ്റിയില്ല. ഇത് ഞാൻ ടെക്സ്റ്റ് ബുക്ക് നടത്ത ക്വസ്റ്റൻ ആണ്. സോ ഡിസൈൻ എ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ്. അപ്പൊ മനസ്സിലായി ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് ആണ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് ആയിട്ട് എടുക്കുക. ടു ഡ്രൈവ് എ വിഞ്ച് മീൻസ് ഇറ്റ്സ് എ പുള്ളി ഫ്രം ആൻ ഇലക്ട്രിക് മോട്ടർ ഓഫ് 12 kW ഹാവിംഗ് എ സ്പീഡ് റേഷ്യോ ഓഫ് 3. നമുക്ക് പവറും RPM എന്തായാലും ക്വസ്റ്റൻ തരും. വെലോസിറ്റി റേഷ്യോ നമുക്ക് എന്തായാലും വേണം. ചിലപ്പോൾ വെലോസിറ്റി റേഷ്യോ തരും, ചിലപ്പോൾ 2 RPM തരും. അപ്പൊ അതിൽ നിന്ന് വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കാം. ഓക്കെ, motor of 12 kW having a speed ratio of 3. The speed of motor shaft is 900 rpm. Assume a service factor 1. Okay, നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പൊ നെക്സ്റ്റ് സ്ലൈഡ് നമുക്ക് സൊല്യൂഷൻ എടുക്കാം. സൊല്യൂഷൻ ഞാൻ എഴുതിയിട്ടില്ല, അതിന് മുമ്പ് നിങ്ങൾ ഗിവൺ ഡേറ്റാസ് എല്ലാം എഴുതുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ ഗിവൺ ഡേറ്റാസ് എല്ലാം എഴുതിയിട്ട് പ്രോബ്ലം ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഡേറ്റ മിസ്സിംഗ് ആണ്, എന്തൊക്കെ അസംപ്ഷൻസ് നിങ്ങൾ ചെയ്യണം. ഓക്കെ, സ്റ്റെപ്പ് 1
ഡിസൈൻ സ്ട്രെസ് ഓഫ് ബെൽറ്റ് ക്വസ്റ്റിന് തന്നിട്ടില്ല. സോ ഞാൻ അത് അസ്യൂം ചെയ്തു. സിഗ്മ ഡി ഈക്വൽ ടു 2.06 MPa. റെഡ് കളറിൽ ഞാൻ ഡേറ്റ ബുക്കിൽ പേജ് നമ്പർ ഞാൻ എവിടെ നിന്ന് എടുത്തു, ഗ്രീൻ കളർ ആരോയിൽ ഞാൻ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആ വാല്യൂ ഞാൻ എവിടെ നിന്നാണ് എടുത്തതെന്ന്. ഓക്കെ, ഈ റെഡ് കളർ ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ അത് പഠിക്കാൻ വേണ്ടി എഴുതുമ്പോൾ ഉറപ്പായിട്ടും ഡേറ്റ ബുക്കിന്റെ പേജ് നമ്പർ എഴുതി തന്നെ പഠിക്കാം. ഓക്കെ, ജോയിന്റ് എഫിഷ്യൻസി 100%. ഞാൻ അത് അസ്യൂം ചെയ്തു ജോയിന്റ് എഫിഷ്യൻസി 100%. ആ വാല്യൂ എവിടെ നിന്നാണ് എടുത്തതെന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പ് ടേബിൾ കാണിച്ചു തന്നു. ആ ടേബിളിൽ പോവാം. നിങ്ങൾക്ക് 100 എടുക്കണമെന്നില്ല, 90 താഴെ എടുക്കേണ്ട ആവശ്യമില്ല. കഴിവതും 90 താഴെ എടുക്കണ്ട. 90 to 100 ഇടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. വേണമെങ്കിൽ 100 തന്നെ എടുത്തോ. അടുത്ത സർവീസ് ഫാക്ടർ ഗിവൺ പ്രീവിയസ്ലി ക്വസ്റ്റ്യനിൽ സർവീസ് ഫാക്ടർ 1.2 ആണ് തന്നത് കേട്ടോ. ഞാനത് റൈറ്റ് ചെയ്ത് എഴുതിന്റെ മിസ്റ്റേക്ക് ആണ് തോന്നുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് എടുത്തു, അത് കറക്റ്റ് തന്നെ കേട്ടോ. 1.25 അല്ല 1.2 ആണ്. ഓക്കെ, അപ്പൊ സർവീസ് ഫാക്ടർ 1.2 ആണ്. അപ്പൊ ഡിസൈൻ പവർ ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു സർവീസ് ഫാക്ടർ എത്രയാണോ അത്. അപ്പൊ നമുക്ക് ആക്ച്വൽ പവർ കിട്ടും. ക്വസ്റ്റിന് തന്നിരിക്കുന്ന പവർ 12 kW ആണ്. പക്ഷെ നമ്മൾ അതിനെ സർവീസ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആക്ച്വൽ പവർ കണ്ടുപിടിച്ചു. അപ്പൊ 18 kW നിങ്ങൾ ഡിസൈൻ ചെയ്യാം. 12 kW അല്ല, നിങ്ങൾ 18 kW ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അസ്യൂം ഫുള്ളി മെറ്റീരിയൽ ഈസ് ആസ് കാസ്റ്റ് അയൺ. അത് നമ്മൾ വെറുതെ നോമിനൽ ആയിട്ട് എഴുതുന്നതേ ഉള്ളൂ. അത് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത് ഞാൻ രണ്ടാമത്തെ സെയിം തന്നെ ഇട്ടിട്ടുള്ളത്. ആ ഡേറ്റ ബുക്കിൽ ഞാൻ ജോയിന്റ് എഫിഷ്യൻസി എടുത്തത് ഇവിടെ നിന്ന് കാണിക്കാനാണ്. കണ്ടോ, ആ താഴെ നമുക്ക് ജോയിന്റ് എഫിഷ്യൻസി കാണാൻ പറ്റും. ഞാൻ എടുത്തിരിക്കുന്ന 90 to 100 ഇടയ്ക്കാണ് 100. അപ്പൊ അത് എഴുതുക ജോയിന്റ് ഏതാണ്, എന്റെ എഫിഷ്യൻസി എത്രയാണെന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ ഡ്രൈവിംഗ് പുള്ളി. അപ്പൊ നമുക്ക് ക്വസ്റ്റിന് പവർ തന്നിട്ടുണ്ട് 525 to 630 ക്യൂബ് റൂട്ട് പവർ ഡിവൈഡഡ് ബൈ 2πnmax. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് പവറും അറിയാം, RPM അറിയാം. അപ്പൊ നമ്മൾ RPM 60 ഡിവൈഡ് ചെയ്താൽ RPS ആവും. പവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഡേറ്റ ബുക്കിൽ ഇക്വേഷൻ ഉണ്ട്. പവർ ഇൻ കിലോവാട്ട് ആണ് ഡേറ്റ ബുക്കിൽ തുറന്നുകൊണ്ടാണ് പവർ 18 എന്ന് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 525 to 630 നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. ഞാൻ 630 എന്ന് എടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 362.81 എന്ന് കിട്ടും. അതിന് സ്റ്റാൻഡേർഡൈസ് ചെയ്യണ്ടേ? സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ ടേബിൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പ്രൊസീജിയർ പറഞ്ഞു. നെക്സ്റ്റ് സ്ലൈഡ് എടുത്താൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനുള്ള ടേബിൾ ഇതാണ്. ഓക്കെ, ഏറ്റവും മുകളിൽ ഞാൻ സ്റ്റാൻഡേർഡ് കണ്ടോ 355 കഴിഞ്ഞാൽ നെക്സ്റ്റ് വാല്യൂ 400 ആണ്. സോ എനിക്ക് 362 ആണ്. ഞാൻ അതുകൊണ്ട് സ്റ്റാൻഡേർഡ് വാല്യൂ സ്റ്റാൻഡേർഡ് സൈസീസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡയമീറ്റർ ഈസ് 400 mm എന്ന് എഴുതണം. അത് ക്ലിയർ ആയിട്ട് എഴുതണം, ബോൾഡ് ആയിട്ട് തന്നെ എഴുതണം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് സ്ലൈഡ്. ഫൈൻഡ് ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി ക്യാപിറ്റൽ ഡി. അപ്പൊ സ്റ്റാൻഡേർഡ് റിലേഷൻ I ഈക്വൽ ടു d/d. അതിനകത്ത് ഞാൻ സ്ലിപ്പോട് കൺസിഡർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ D ഈക്വൽ ടു I ഇൻറ്റു D ഇൻറ്റു 1 - E ആണ് ഞാൻ സ്ലിപ്പ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സ്ലിപ്പ് ക്വസ്റ്റനിൽ സ്ലിപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇഷ്ടമുള്ള സ്ലിപ്പ് അസ്യൂം ചെയ്ത് ഞാൻ 2% സ്ലിപ്പ് അസ്യൂം ചെയ്തു. ഞാൻ 2% സ്ലിപ്പ് അസ്യൂം ചെയ്തപ്പോൾ 2/100 0.02 ആണ്, 0.002 അല്ല, 0.02 ആണ്. അപ്പൊ ഡയമീറ്ററിന് ആൻസർ കിട്ടുന്നത് 1176 എന്ന് കിട്ടും. റൈറ്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ, അല്ലാണ്ട് വേറെ മിസ്റ്റേക്ക് ഒന്നുമില്ല. 1176 mm എന്ന് കിട്ടും. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ചെയ്യണം. അപ്പൊ പഴയ ടേബിളിൽ പോവുക, പ്രീവിയസ് സ്ലൈഡ് എടുത്തേ. ഈ ടേബിൾ നോക്കുക. 1172 കഴിഞ്ഞാൽ എത്ര വരുന്നത്? 1250 കാണാമോ? 1120 കഴിഞ്ഞാൽ 1250 ആണ്. നെക്സ്റ്റ് സ്ലൈഡ് എടുത്തേ. കണ്ടോ, അപ്പൊ 1176 കഴിഞ്ഞാൽ 1250. അപ്പൊ സ്റ്റാൻഡേർഡ് ഡയമീറ്റർ ഈസ് 1250 എഴുതുക. അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. ബെൽറ്റ് സ്പീഡ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു πdn/60 ആണ് കേട്ടോ, πdn/d അല്ല, πdn/60. സ്ലിപ്പിന്റെ എഫക്റ്റോടെ കൺസിഡർ ചെയ്യുമ്പോൾ 1 - d. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വായിക്കാം d1 n1/60 തന്നെ എടുക്കണോ, അത് d2 n2/60 എടുക്കണോ? രണ്ടെടുത്താലും സെയിം വരണം. രണ്ടും റിലേറ്റീവ് വെലോസിറ്റി ആണ്. ഒന്ന് റിലേറ്റ് ചെയ്താണ് മറ്റേ വർക്ക് ചെയ്യുന്നത്. RPM രണ്ടും രണ്ടായിരിക്കും, പക്ഷെ വെലോസിറ്റി സെയിം ആയിരിക്കും. അതാണ് ഡയമീറ്റർ ചേഞ്ച് ആണ്. ഓക്കെ, അതെനിക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. ഞാൻ ഇപ്പൊ d1 n1 ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സെന്റർ ഡിസ്റ്റൻസ്, അതായത് രണ്ട് ഷാഫ്റ്റിന്റെയും സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പ്രൊസീജിയർ പഠിച്ചു 1.5 to 2 into d+d. ഞാൻ മാക്സിമം എടുത്ത് 2. നമുക്ക് 1.5 എടുക്കാം, 1.7 എടുക്കാം, 2 എടുക്കാം, ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ 2 എടുത്ത് 2 into ക്യാപിറ്റൽ D plus സ്മോൾ d. അതിന്റെ ആൻസറും കിട്ടി. നെക്സ്റ്റ് എടുക്കാം. അടുത്ത കോഎഫിഷ്യന്റ് പ്രശ്നം ഞാൻ പറഞ്ഞ ബാത്സ് ഫോർമുല, പേജ് നമ്പർ 290 ഏറ്റവും ലാസ്റ്റ് ഇക്വേഷൻ. ബാത്സ് ഫോർമുല അവിടെ കിടപ്പുണ്ട്. അവിടെ നമുക്ക് വെലോസിറ്റി മാത്രം മതി. വെലോസിറ്റി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കണ്ടോ, അപ്പൊ നമുക്ക് mu is equal to കോഎഫിഷ്യന്റ് ഫ്രിക്ഷൻ എന്തായാലും 1നേക്കാൾ കുറവാണെന്ന് അറിയാലോ. 0.506 ആണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഫ്രിക്ഷൻ. അടുത്ത ലെങ്ത് ഓഫ് ദ ബെൽറ്റ്. ലെങ്ത് ഓഫ് ദ ബെൽറ്റിന് ഏറ്റവും മുകളിൽ, അപ്പൊ സെയിം പേജ് തന്നെ ഏറ്റവും മുകളിൽ 2 ഇക്വേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 2 ഇക്വേഷനിൽ ഓപ്പൺ ബെൽറ്റ് ആണോ ക്രോസ് ബെൽറ്റ് ആണോ എന്ന് ചോദിക്കാം. ഓപ്പൺ ബെൽറ്റ് ക്വസ്റ്റനിൽ ഒന്നും പറഞ്ഞിട്ടില്ല, ഓപ്പൺ എന്നോ ക്രോസ് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എപ്പോഴും അസ്യൂം ചെയ്യും ഇറ്റ്സ് ആൻ ഓപ്പൺ ബെൽറ്റ്. സോ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. 2cc നമ്മൾ സെന്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. പൈ അറിയാം, 2 അറിയാം, ക്യാപിറ്റൽ ഡി അറിയാം, സ്മോൾ ഡി അറിയാം, എല്ലാം അറിയാം. ഓക്കെ, സോ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ, നമുക്ക് എല്ലിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, എല്ല് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ ടേബിൾ ഒന്നുമില്ല. അത് ഒന്നുകിൽ അടുത്ത നെക്സ്റ്റ് ഈവൻ നമ്പർ റൗണ്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അതുപോലെ ഇട്ടിരുന്നാലും മതി. നെക്സ്റ്റ് എടുക്കാം.
ആംഗിൾ ഓഫ് കോൺടാക്ട് രണ്ട് ആംഗിൾ ഉണ്ട്, തീറ്റ എസ് ഉണ്ട്, തീറ്റ എൽ ഉണ്ട്. തീറ്റ എസ് എന്ന് പറഞ്ഞാൽ സ്മാളർ പുള്ളിയുടെ ആംഗിൾ ഓഫ് കോൺടാക്ട്. അത് എത്രയാണ് നമ്മുടെ ബെൽറ്റ് ആ പുള്ളിയെ റാപ്പ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആംഗിൾ ഓഫ് കോൺടാക്ട്. അപ്പോൾ ആംഗിൾ ഓഫ് കോൺടാക്ട് തീറ്റ എസ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനകത്ത് ക്യാപിറ്റൽ ഡി അറിയാം, സ്മോൾ ഡി അറിയാം, സി അറിയാം, എല്ലാം അറിയാം. പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കേണ്ട, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. രണ്ട് തീറ്റ എസും കിട്ടും, തീറ്റ എല്ലും. നെക്സ്റ്റ് വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പവറിന്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഈ ഇക്വേഷനിൽ എന്തൊക്കെ അൺനോൺസ് ഉണ്ടോ അതൊക്കെ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ബി അൺനോൺ ആണ്, വിഡ്ത്ത്. തിക്നെസ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു. ക്വസ്റ്റനിൽ റിലേഷൻഷിപ്പ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അസ്യൂം ചെയ്തു ഡി മിനിമം ഡിവൈഡ് ബൈ ടി ഇസ് ഈക്വൽ ടു 50. അതായത് മിനിമം ഡയമീറ്റർ ഏതാണോ അതേ ഡിവൈഡ് ബൈ തിക്നെസ് ഇസ് ഈക്വൽ ടു 50 എന്ന് അസ്യൂം ചെയ്തു. അപ്പൊ ടിക്ക് ഇൻ ടൈംസ് ഓഫ് ഡയമീറ്റർ അറിയാം, അപ്പൊ ടി കിട്ടി. വെലോസിറ്റി നമുക്ക് ആൾറെഡി അറിയാം, സിഗ്മ ഡി ആൾറെഡി അറിയാം. വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ജി. അപ്പം ലെതറിന്റെ മെറ്റീരിയൽ ലെതർ ആണെങ്കിൽ ഡെൻസിറ്റി 1000 എന്ന് എടുക്കാം. സോ 1000 ആയതുകൊണ്ട് 1000 into ജി ആണ് ഡബ്ല്യു. വെലോസിറ്റി അറിയാം, ജി അറിയാം, ഇ റെസ്റ്റ് മ്യൂ തീറ്റ, മ്യൂ അറിയാം, തീറ്റയും അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. therefore we get അവിടുന്ന് ബിറ്റിയുടെ വാല്യൂ ഇട്ടാൽ എന്നിട്ട് ഞാൻ കിട്ടുന്ന അസംഷൻ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, പ്രീവിയസ് സ്ലൈഡ് നിർത്തി. സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ? സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ നോക്കി. സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിന് ഒരു ചെറിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇൻക്രിമെന്റൽ സ്റ്റാൻഡർഡൈസ് ആണ്. നിങ്ങൾ മുമ്പ് ഈ ബോൾ ബെയറിംഗ് ഒക്കെ പഠിച്ചവർക്ക് അറിയാം ഇൻക്രിമെന്റൽ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഇപ്പൊ നോക്കി, ഇക്വേഷൻ വഴി എനിക്ക് കിട്ടിയ വാല്യൂ 95.63 എന്നാണ് അല്ലെ? സ്റ്റാൻഡർഡൈസേഷന്റെ റേഞ്ച് നോക്കി, ഇൻക്രിമെന്റ് ഓഫ് വിഡ്ത്ത്. ഇത് ആക്ച്വലി തിക്നെസിന്റെ ടേബിൾ ആണ്. ഏറ്റവും ലാസ്റ്റ് കോളം നോക്കി, ഇൻക്രിമെന്റ് ഓഫ് വിഡ്ത്ത്. അവിടെ നമുക്ക് കാണാൻ പറ്റും 12 to 24 ഇൻക്രിമെന്റ് 3 ആണ്. 24 to 102 അതാണ് നമ്മുടെ റേഞ്ച് അല്ലേ? നമുക്ക് വലിയ ഇത്ര 95.6 ആണ്. അത് വരുന്ന 24-നും 102-നും ഇടയ്ക്കാണ്. അപ്പൊ സെക്കൻഡ് റോ അതിന്റെ ഇൻക്രിമെന്റ് 6 ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, 24 കഴിഞ്ഞാൽ അടുത്ത സ്റ്റാൻഡേർഡ് വാല്യൂ +6 30, പിന്നെ അടുത്ത 36, 42, 48 അങ്ങനെ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ 90, 96 ആണ് അടുത്ത വാല്യൂ. അപ്പൊ 95 കഴിഞ്ഞാൽ 96. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡേർഡ് വാല്യൂ എടുത്തത്. മനസ്സിലായോ ഇൻക്രിമെന്റ് സ്റ്റാൻഡേർഡ് വാല്യൂ എങ്ങനെ എടുക്കുന്നതെന്ന്? മിനിമം വാല്യൂവിന്റെ കൂടെ ആ ഇൻക്രിമെന്റ് എത്രയാണോ അത് ആഡ് ചെയ്ത് പോവാം. മിനിമം വാല്യൂ എത്ര? 24. 24-നും 102-നും ഇടയ്ക്കാണ് നമ്മുടെ വാല്യൂ. 24-ലൂടെ 6 ആഡ് ചെയ്ത് എപ്പോഴാണ് നമ്മളെ വാല്യൂവിന് തൊട്ടടുത്ത ഹയർ വാല്യൂ വരുന്നത് അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് വാല്യൂ. അത് ചെയ്യാനൊരു എളുപ്പവഴിയുണ്ട്. 24-ലൂടെ 6-നെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. അപ്പൊ അത്ര 60 + 24 എന്ന് പറയുമ്പോൾ 84 വരും. അപ്പൊ തന്നെ 84 + 6 എടുക്കുക 90, 90 + 6 എടുക്കുക 96. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെട്ടെന്ന് അങ്ങ് മുകളിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെ സ്റ്റാൻഡേർഡ് വാല്യൂ എടുക്കുക, ക്ലിയർ ആയിട്ട് അത് ബോൾഡ് ലെറ്ററിൽ ചെയ്ത്. ഓക്കെ മാം, നെക്സ്റ്റ് സ്റ്റെപ്പ് ടെൻഷൻസ് ഓഫ് ദ ബെൽറ്റ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ ഇത് ടെൻഷൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് T1 T2 നമ്മുടെ ടെൻഷൻസ് എന്ന് അറിയാമല്ലോ. ഒന്ന് സ്ലാക്ക് സൈഡ് ടെൻഷൻ, ഒന്ന് ടൈറ്റ് സൈഡ് ടെൻഷൻ. ഓക്കെ, അപ്പൊ T1 T2 കണ്ടുപിടിക്കേണ്ടത് നമുക്ക് പവർ ഇക്വേഷൻ ഉണ്ട്. പവർ ഇസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ്, അതാണ് T1 - T2 എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ആണ്, ഇൻറ്റു വെലോസിറ്റി. ആ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ അപ്പുറത്ത് പവർ കിലോ വാട്ടിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഡേറ്റ ബുക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് തരുന്നതാണ്. നിങ്ങൾക്കത് കോംപ്ലക്സ് ആക്കണ്ടെന്നുണ്ടെങ്കിൽ പവർ ഇസ് ഈക്വൽ ടു FT ഇൻറ്റു വെലോസിറ്റി നിർത്താൻ മതി. ആ നെറ്റ് ഫോഴ്സ് FT എന്ന് പറഞ്ഞാൽ T1 - T2. എന്നിട്ട് അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് പവർ ഇൻ കിലോ വാട്ടിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കേട്ടോ ഈ ഇക്വേഷനിൽ. അപ്പൊ നമുക്ക് 18 കിലോ വാട്ട് ആണെങ്കിൽ 18 മാത്രം ഇടുക, കിലോ വാട്ടിലാണ് ഇടേണ്ടത്. T1 T2 അൺനോൺ ആണ്, വെലോസിറ്റി അറിയാം. ഓക്കെ, അപ്പൊ T1 T2 തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇനി നമുക്ക് ഒരു റിലേഷനോട് കിട്ടണം. നമുക്ക് ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പ് യൂസ് ചെയ്യാം. T1/T2 = e⁻⁻θ. ആ ഇക്വേഷൻ അവിടെ ഉണ്ട്, പേജ് നമ്പർ 290-ലുണ്ട്. പേജ് നമ്പർ 290-ൽ T1/T2 = e⁻⁻θ എന്നൊരു റിലേഷൻ ആണ്. ആ റിലേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കുക. കാര്യം എന്താണ്, നമുക്ക് സെൻട്രിഫ്യൂഗൽ ടെൻഷന്റെ എഫക്ട് കൺസിഡർ ചെയ്യണോ വേണ്ടെന്ന് അറിയണ്ടേ? സെൻട്രിഫ്യൂഗൽ ടെൻഷന്റെ എഫക്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ വെലോസിറ്റി 10 m/s കൂടുതലായിരിക്കണം. നമുക്കിവിടെ വെലോസിറ്റി 18 point something ആണ്. അപ്പൊ ഉറപ്പായിട്ട് സെൻട്രിഫ്യൂഗൽ ടെൻഷന്റെ എഫക്ട് കൺസിഡർ ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് T1/T2 = e⁻⁻θ എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ അകത്ത് സെൻട്രിഫ്യൂഗൽ ടെൻഷനും കൂടെ കൺസിഡർ ചെയ്യണം. അതിനാണ് T1/T2 = എന്ന ഇക്വേഷനിൽ T1-ന് വരെ T1 - Tc ഇടും, T2-ന് വരെ T2 - Tc എന്ന് ഇടും. അപ്പൊ രണ്ട് ടെൻഷനിൽ നിന്നും സെൻട്രിഫ്യൂഗൽ ടെൻഷന്റെ എഫക്ട് നമ്മൾ കുറച്ചു. അതാണ് താഴെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. T1 - Tc/T2 - Tc = e⁻⁻θ. സോ ആ ഇക്വേഷൻ കിടക്കുന്നത് പേജ് നമ്പർ 290. ഓക്കെ, ഞാൻ ഇപ്പൊ 291 ആണ് ആ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലെ ഡേറ്റ ഉണ്ടെങ്കിൽ എടുത്ത് 290 നോക്കി. ഏറ്റവും മുകളിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് റിലേഷൻ ഉണ്ട്, T1/T2 = e⁻⁻θ. അത് കഴിഞ്ഞ് താഴെ തന്നെ ഉണ്ട് T1 - Tc/T2 - Tc = e⁻⁻θ. രണ്ടാമത്തെ ഇക്വേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. റീസൺ വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 10 m/s. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. അതിന് TC ആദ്യമേ കണ്ടുപിടിക്കുക. TC ഇക്വേഷൻ നോക്കിയാൽ 291-ലെ ഫസ്റ്റ് ഇക്വേഷൻ, പേജ് നമ്പർ 291-ലെ ഏറ്റവും മുകളിൽ ഇക്വേഷൻ ഞാൻ സ്ലൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. W × B ×
T into V square divided by 10⁻⁶ into G. ഓക്കെ, വെയിറ്റ് ഡെൻസിറ്റി അറിയാം, തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ എടുത്തു. B ഫേസ് ഇട്ട് അറിയാം, തൊട്ട് മുമ്പത്തെ ഫേസ് ഇട്ടിലെ വിട്ട് തൊട്ട് മുമ്പ് എടുത്തിട്ടുണ്ട്. T തിക്നെസ് തൊട്ട് മുമ്പ് എടുത്തിട്ടുണ്ട്. V വെലോസിറ്റി നമുക്ക് ആൾറെഡി അറിയാം. അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, TC വാല്യൂ കിട്ടും. ഓക്കെ, TC വാല്യൂ കിട്ടുന്നത് എത്രയാണോ അതെടുത്ത് നമ്മൾ താഴത്തെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. T1 - TC T2 - TC അറിയാം, തീറ്റ അറിയാം. തീറ്റ സ്മോളർ വാല്യൂ എടുത്താൽ മതി, കാരണം പവർ ട്രാൻസ്മിഷൻ കൊടുക്കുന്നത് നമ്മൾ സ്മോളർ പുള്ളിയിൽ നിന്നാണ്. അപ്പൊ നമുക്ക് T1 T2 നമ്മൾ കണക്ട് ചെയ്യാനുള്ള റിലേഷൻഷിപ്പ് കിട്ടിയില്ലേ? രണ്ട് ഇക്വേഷൻ കിട്ടി. നമ്മൾ ഏറ്റവും മുകളിൽ എഴുതിയ ഇക്വേഷൻ എന്ന ഒരു റിലേഷൻഷിപ്പ് കിട്ടി, ഏറ്റവും താഴെ എഴുതിയ ഇക്വേഷൻ എന്ന റിലേഷൻഷിപ്പ് കിട്ടി. അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് T1 വാല്യൂ കിട്ടും, T2 വാല്യൂ. അതാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പാണ് അടുത്തത്, ടെൻഷൻസ് ഓഫ് ദ ബെൽറ്റ്. ഇത് സ്റ്റെപ്പ് 10 തന്നെ ഒരു പാർട്ടാണ്, ഞാൻ അടുത്ത സ്ലൈഡിൽ എഴുതിയേ ഉള്ളൂ. അപ്പോൾ ഇനിഷ്യൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ ചെയ്ത ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഫസ്റ്റ് ടെൻഷൻ, അതിനാണ് ഇനിഷ്യൽ ടെൻഷൻ എന്ന് പറയുന്നത്. റൺ ചെയ്യുമ്പോൾ ടെൻഷൻ അല്ല, ഓൺ ചെയ്യുമ്പോൾ ഉള്ള ഇനിഷ്യൽ, നമ്മൾ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ടെൻഷനാണ് ഇനിഷ്യൽ ടെൻഷൻ എന്ന് പറയുന്നത്. കണ്ടുപിടിക്കാനായിട്ട് √T1 + √T2 = 2√TO. ഇക്വേഷൻ പേജ് നമ്പർ 291 ഏറ്റവും ലാസ്റ്റ് ഇക്വേഷൻ. T1 T2 തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലം ഫിനിഷായി. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ബെൽറ്റ് ഡ്രൈവ്സ് എന്ന് പറയുന്നത്. ചെയിൻ ഡ്രൈവ്സ് ഇത്തിരി കൂടെ കോംപ്ലക്സ് ആണ്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫിസിക്കലി മനസ്സിലാവും. കാര്യം ചെയിനിലെ നമ്പർ ഓഫ് ലിങ്ക്സ്, ഗ്യാലിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കയറി വരും. പക്ഷെ ബെൽറ്റ് ഡ്രൈവ് വളരെ ഈസിയാണ്. 15 മാർക്കിന് ഒരു കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ബെൽറ്റ് ഡ്രൈവിൻ്റെത്. അപ്പോൾ ഒരിക്കലും ഇതിനെ നെഗ്ലക്ട് ചെയ്യരുത്, ആ സീരിയസ്നെസ് കൊടുത്ത് തന്നെ പഠിക്കുക. കാരണം ഇപ്പൊ നിങ്ങൾ സെയിം മാർക്ക് കിട്ടുന്നതാണ് ഗിയേഴ്സ്, പക്ഷെ ഗിയേഴ്സിന് ഇതിനേക്കാൾ കണ്ടന്റ് നിങ്ങൾ എഴുതണം. ഗിയറിൽ ഇപ്പം പറയുകയാണെങ്കിൽ ഗിയറിലകത്ത് ആകെ 6 സ്റ്റെപ്പേ ഉള്ളൂ, പക്ഷെ ഇറ്റ്സ് വെരി ലെങ്തി. ഇവിടെ നമുക്ക് 10 സ്റ്റെപ്പ് ഉണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് ലെങ്തി, ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, കോംപ്ലക്സിറ്റീസ് ഒന്നുമില്ല, അണ്ടർസ്റ്റാൻഡിങ്സ് ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ആണ്. ഇതിന്റെ ആകെ ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ ടോപ്പിക്കാണ്. ബെൽറ്റ് ഡ്രൈവും ചെയിൻ ഡ്രൈവും കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുതിയ ടോപ്പിക്കാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഇല്ലായിരുന്നു, ഞാനൊക്കെ പഠിക്കുമ്പോഴൊന്നും ഇങ്ങനെ ടോപ്പിക്കേ ഇല്ലായിരുന്നു. സോ അതിന്റെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ ബൗണ്ടറി നമുക്ക് ഉറപ്പായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ 2 തവണയും നമ്മൾ ഫോളോ ചെയ്ത പാറ്റേൺ തന്നെയാണ് വന്നത്. ഈ മോഡലാണ് ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളത്, ഈ മോഡൽ തന്നെയാണ് പ്രോബ്ലം ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ബൗണ്ടറിക്ക് പുറത്ത് വരുമെന്ന് എങ്ങനെ വരുമെന്നുള്ളതിന് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എങ്കിലും നമുക്ക് മാക്സിമം ഇതാണ് സ്റ്റാൻഡേർഡ് പാറ്റേൺ. അല്ലെ ക്വസ്റ്റ്യന്റെ കണ്ടന്റ് കിട്ടിയാൽ മതി. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ നമുക്ക് പല മെത്തേഡിൽ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ്. അതിനകത്തുള്ള വാല്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ സെയിം ആണ്. ഇപ്പൊ വേറെ ടെക്സ്റ്റ് എടുത്താൽ നിങ്ങളിപ്പം ഒരേ പ്രോബ്ലം പല ഓതറിന്റെ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് പല രീതിയിൽ സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഡേറ്റ പറഞ്ഞിരിക്കുന്ന ഭണ്ഡാരി ഓതറായിട്ടുള്ള ഡിസൈൻ ഓഫ് സ്പെഷ്യൽ എലമെന്റ്സിന്റെ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സോൾവ് ചെയ്തിരിക്കുന്ന പോലെ ആയിരിക്കില്ല ഷിഗ്ലെ സോൾവ് ചെയ്തിരിക്കുന്നത്. അവർ സോൾവ് ചെയ്യുന്ന മെത്തേഡ് ആയിരിക്കത്തില്ല ഇപ്പോൾ നമ്മുടെ കുറുമി സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ആ ഡിഫറൻസ് ഉണ്ടാവും. കാര്യം ഒരു ഗിയർ മാനുഫാക്ചറുടെ കാര്യം തന്നെ എടുത്താൽ ഒരു കമ്പനി ഫോളോ ചെയ്യുന്ന മാനുഫാക്ചറിങ് മെത്തേഡ്സോ അല്ലെങ്കിൽ ഡിസൈൻ മെത്തേഡ്സോ ആയിരിക്കില്ല മറ്റൊരു കമ്പനി ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഡിസൈൻ ഫ്രീഡം നിങ്ങൾക്കും ഉണ്ട്, പക്ഷെ നിങ്ങൾ അസ്യൂം ചെയ്യുന്നതും കൺസിഡർ കൺസ്ട്രെയിൻസ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന അസംഷൻസ് ഒക്കെ നമുക്ക് സേഫ് ആയിട്ടുള്ള അസംഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഈ പ്രോബ്ലം ഇങ്ങനെയല്ല ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് റിയൽ ടൈം ക്ലാസ് റൂം എക്സ്പീരിയൻസ് കിട്ടിയാലേ അത് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ മനസ്സിലാവുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് Q&A എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. മാഡം ലാസ്റ്റ് സ്ലൈഡ്. Sir, the students have raised a few questions. The problem is there are 2 theta values for open belt. So which value is taken to find width? തീറ്റ സ്മോളർ എടുത്താൽ മതി. കാര്യം നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന തീറ്റ സ്മോളർ എന്നാണ്. സോ നമുക്ക് തീറ്റ സ്മോളർ എടുത്താൽ മതി. Okay, thank you, sir. Where doubt വരുന്നു, what is Nmax in step 2? Nmax is maximum RPM. അതായത് നമുക്ക് 2 RPM ഇല്ലേ, N1 N2 ഇല്ലേ. അതായത് ഇപ്പൊ നമുക്ക് ഡ്രിവണിന്റെയും ഡ്രൈവറിന്റെയും RPM തന്നിരിക്കാം. ചിലപ്പോൾ അതിലേതാണോ വലുത് അതാണ് Nmax. അപ്പം ഒട്ടുമിക്ക കേസിൽ നമ്മുടെ ഡ്രൈവറിന് തന്നെ ആയിരിക്കും RPM വലുത്. ഓക്കെ, ഈ ഡ്രൈവ്സിന്റെ ഒക്കെ പർപ്പസ് എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിഷൻ മാത്രമല്ല, നമുക്ക് വെലോസിറ്റി ചേഞ്ച് ചെയ്യാനുമാണ് നമുക്ക് ഡ്രൈവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കാർ ഓടിക്കുകയാണെന്ന് വെച്ചോളൂ. നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ പോകുമ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയറിൽ 40 പോവാം, 4th ഗിയറിലും 40 km/h സ്പീഡിൽ പോവാം. ഓക്കെ, അപ്പോൾ ടാക്കോമീറ്റർ അതായത് RPM നോക്കുക. സെക്കൻഡ് ഗിയറിൽ നിങ്ങൾ 40 പോയി കഴിഞ്ഞാൽ RPM വെരി ഹൈ ആയിരിക്കും. പക്ഷെ 4th ഗിയർ നിങ്ങൾ 40 പോയാൽ RPM വളരെ ലോ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതായത് സെയിം ലോഡിൽ RPM കൂടുമ്പോൾ നമുക്ക് ഫ്യൂവൽ കൺസംഷൻ കൂടും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഗിയറിംഗ് യൂസ് ചെയ്യുന്നത്. ഗിയർ ഡ്രൈവ്സ് യൂസ് ചെയ്ത് നമുക്ക് കുറഞ്ഞ ലോഡ് നമുക്ക് കൂടുതൽ ഇതിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇത് തന്നെയാണ് ബെൽറ്റ് ഡ്രൈവിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് RPM കുറയും ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ, പക്ഷെ ലോഡ് കൂടുതൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും.
കുറച്ച് ഫ്യൂൽ കൺസംഷനെ വരത്തുള്ളൂ. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ സർ ഓക്കെ സർ ഒരു പറയുന്നത് 10th സ്റ്റെപ്പിൽ ദേ ഹാവ് എ ഫ്യൂ ഡൗട്ട്സ്. അപ്പോൾ 10th സ്റ്റെപ്പ് ഒന്നുകൂടി ഒന്ന് പറയാമോ? 10th സ്റ്റെപ്പ് ഒന്നുകൂടെ എടുക്കാമോ? വേണം, ലാസ്റ്റ് ഒരു 10th സ്റ്റെപ്പ്. ഓക്കെ, ഈ പേജ് എടുത്തു. അതിന്റെ ഫസ്റ്റ് പോർഷൻ 10th സ്റ്റെപ്പിൽ ആകെ നമുക്ക് 2 ഇക്വേഷൻ ആണ് ഉള്ളത്. TC എന്നുള്ള കാര്യം നിങ്ങൾക്ക് മറന്നേക്കൂ. അത് എഴുതിയേക്കുന്നതിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ ആ ഫസ്റ്റ് ഇക്വേഷൻ മാത്രം എടുത്തേ. പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി, നെറ്റ് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ T1 മൈനസ് T2. അതായത് അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, സിമ്പിൾ ഇക്വേഷൻ. ഇതൊക്കെ എവിടെ നിന്ന് വന്നതൊന്നും ആലോചിക്കേണ്ടത്, ഇതെല്ലാം നമ്മുടെ ഫണ്ടമെന്റൽസിന്റെ ഡെറിവ് ചെയ്ത ഇക്വേഷൻസ് ആണ്. പവർ ഇസ് ഈക്വൽ ടു FT ഇൻറ്റു വെലോസിറ്റി. FT-നെയാണ് നമ്മൾ T1 മൈനസ് T2 എന്ന് എഴുതിയിരിക്കുന്നത്. സോ ആ FT ഇസ് ഈക്വൽ ടു T1 മൈനസ് T2 ആണല്ലോ. ആ T1 T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പവറും അറിയാം, വെലോസിറ്റി അറിയാം. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? T1 മൈനസ് T2 ഇസ് ഈക്വൽ ടു സം വാല്യൂ കിട്ടും. ഒരു ഇക്വേഷൻ ആയി. ഇനി അതുപോലത്തെ ഒരു ഇക്വേഷൻ കൂടെ കിട്ടിയാൽ മതിയല്ലോ. അതിന് നമുക്ക് സ്റ്റാൻഡേർഡ് ഫണ്ടമെന്റൽ ഇക്വേഷൻ ഉണ്ട് ബെൽ ഡ്രൈവിന്. T1 ബൈ T2 ഇസ് ഈക്വൽ ടു e⁻⁻θ അല്ലേ? T1 ബൈ T2 ഇസ് ഈക്വൽ ടു e⁻⁻θ ആണല്ലോ. പക്ഷെ ആ ഇക്വേഷനകത്ത് നമ്മൾ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൺസിഡർ ചെയ്യണോ വേണ്ടെന്ന് അറിയാനാണ് വെലോസിറ്റി നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്. വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡിനേക്കാൾ കൂടുതലാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൺസിഡർ ചെയ്യണം. അതിന് എഫക്ട് ഉണ്ടാവും, കൺസിഡറബിൾ എഫക്ട് ഉണ്ടാവും. സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൺസിഡർ ചെയ്യില്ലെങ്കിൽ സ്ലിപ്പ് കൂടുതലാവും, ബെൽറ്റ് സ്ലിപ്പായി പോകും. ഓക്കെ, ഒരു വലിയ ഹൈ വെലോസിറ്റി പോയി നമ്മൾ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൺസിഡർ ചെയ്യാതെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് സ്ലിപ്പ് ഓഫ് ആവും. സോ സ്ലിപ്പ് ആവാതിരിക്കാനാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ഇക്വേഷൻ എന്തായി കിടപ്പുണ്ട്, അതോടെ കൺസിഡർ. അപ്പൊ T1 ബൈ T2 ഇസ് ഈക്വൽ ടു e⁻⁻θ എന്ന് പറഞ്ഞ ഇക്വേഷൻ മാറി T1 മൈനസ് TC ഡിവൈഡഡ് ബൈ T2 മൈനസ് TC ഇസ് ഈക്വൽ ടു e⁻⁻θ എന്നാവും. സപ്പോസ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ വെലോസിറ്റി ഒരു 5 മീറ്റർ പെർ സെക്കൻഡേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ TCയുടെ എഫക്ട് എടുക്കണ്ട. TC എഫക്ട് എടുത്താൽ അത് വളരെ കുറവായിരിക്കും, നെഗ്ലിജിബിൾ എഫക്ട് ആയിരിക്കും. അപ്പൊ T1 ബൈ T2 ഇസ് ഈക്വൽ ടു e⁻⁻θ എന്ന് എടുത്താൽ മതി. ആ ഇക്വേഷനിൽ നമുക്ക് T1 T2 നമ്മളെ റിലേഷൻ കിട്ടും. അതെടുത്ത് മോളിലത്തെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ T1 കിട്ടും, T2. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടെ പറയണമെങ്കിൽ ചോദിക്കും. Q&A എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. സർ സാറിന്റെ Q&A എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാവോ? സാറിന് പേഴ്സണലി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? അതർവൈസ് യു ക്യാൻ വൈൻഡ് അപ്പ് ദ സെഷൻ. എന്റെ Q&A ഒരു അറ്റൻഡി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇല്ല അങ്ങനെ എന്റെ Q&A ഒന്നും വന്നിട്ടില്ല. അവിടെ എന്റെ ലാസ്റ്റ് സ്ലൈഡ് ഒന്നല്ലോ. ഓക്കെ, ഇതിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ എനിക്ക് മെയിൽ അയക്കുകയോ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കഴിവതും ഒരു പ്രൊഫസറിനെ ഫോളോ ചെയ്യുക, ഏതെങ്കിലും ഒരു പ്രൊഫസറിനെ ഫോളോ ചെയ്യുക. ഓക്കെ, ഷുവർ.